ഹക്കീമിനെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം, ഒരു എപ്പിസോഡിൽ വിളിച്ചു നോക്കാം, നമ്മുടെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞു. അവസാനം എൻ്റെ അടുത്ത് ചോദിക്കുക, സത്യത്തിൽ ശരിക്കും നിന്റെ ഫ്രണ്ടാണോ? അപ്പോഴാണ് ഞാൻ ഇവൻ വേറൊരു ലെവലിലേക്ക് എത്തി. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ വിശ്വാസമായത്. മക്കൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് അടിച്ചില്ല, പക്ഷെ സാധനം നല്ല കച്ചവടമായിരുന്നു അവിടെ. കച്ചവടം നമ്മൾ നോക്കി അടിക്കൂല, കഞ്ചാവന്റെ പുള്ളി വാറ്റടിക്കൂല. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കാനും പറ്റും. പുള്ളി ഭയങ്കരമായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് നോക്കി ഒന്ന് മാറിയെന്ന് പുള്ളിന് ഊക്കുണ്ട്. പുള്ളി കുഴപ്പമൊന്നുമില്ല. പുള്ളി നമ്മളെപ്പോലെ അടവ് കളിച്ച് കയറിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അവിടെ നിന്ന് എണീറ്റ് ഞങ്ങളുടെ അടുത്തേക്ക് ഭയങ്കര രസമുള്ള താടിയൊക്കെ വളർത്തിയൊരു പുള്ളി. എവിടെ നിന്നാണ്? സണ്ണി ലിയോണൊക്കെ സ്റ്റാൻഡപ്പ് ചെയ്യുന്നുണ്ട്. ജോണിന്റെ ഇപ്പം കല്യാണം കഴിഞ്ഞാൽ ഇപ്പൊ ആ വൈബാ ജോൺ. ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിറ്റോക്സ്. നമുക്ക് ഇന്നും ഒരു ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ വളരെ സ്പെഷ്യൽ ഗസ്റ്റാണ്. കാരണം ജോൺ ജോയുടെ ഉറ്റ സ്നേഹിതനും കളിക്കൂട്ടുകാരനും രക്ഷപ്പെട്ടിട്ടുള്ള ആകെ സുഹൃത്തുമായിട്ടുള്ള ഹക്കീമാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. താങ്ക് യു. വെൽക്കം ടു വിറ്റോക്സ്. ഇത് ജോൺസോയുടെ പഴയ പാട്ടർ, ഞങ്ങൾ പുതിയ പാട്ടറല്ലേ. മറ്റേ പാണ്ടിപ്പടൊക്കെ അതേപോലെ ഒരാൾ രക്ഷപ്പെട്ടു പോയി, ഇനി ഞങ്ങളെ രക്ഷപ്പെടാനുള്ളത്. ഇല്ല, നമ്മൾ ഇതുവരെ ഒരു നടനോട് നമ്മൾ അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മളൊന്ന് കണ്ടോട്ടെ അല്ലേ. നമ്മൾ ആക്ട് ലാബിന്റെ മോശം ചാപ്റ്ററുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല, ഞാൻ നിന്നെ ഈ പരിപാടിക്ക് വിളിക്കുന്ന ഇത് ജോണ് ഇപ്പൊ ജോണോട് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജോണ് നിനക്ക് ഈ പറ്റിയ പരിപാടി ഇതല്ല, അഭിനയല്ല, നീ അങ്ങനെ തെളിച്ചു പറഞ്ഞിട്ടില്ല, സ്റ്റാൻഡപ്പ് കോമഡിയനാണ്, അത് പറ്റും എന്ന് പറഞ്ഞു. അത് ഹക്കീമാണ് പറഞ്ഞത്. നമ്മളോട് അങ്ങനൊന്നുമല്ല പറഞ്ഞത്. പുള്ളി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പുള്ളിന്ന് വിളി വന്നു. ഈവൻ ഞാൻ കുറെ യൂട്യൂബ് മറ്റേ റസൽ ക്രോയോ ആരൊക്കെയാണ്, റസൽ പീറ്റർ, അങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല സ്റ്റാൻഡപ്പ് കോമഡി ഇല്ല. കുറെ യൂട്യൂബ് സാധനങ്ങളൊക്കെ റെഫറൻസ് ഒക്കെ അയച്ചു കൊടുത്ത്, വീടിന് ചെറുതായിട്ട് തന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. ബുക്കൊക്കെ അയച്ചു കൊടുത്ത് ഇതൊക്കെ പഠിച്ചിട്ട് എങ്ങനെ വന്നത്? റഫറൻസ് ഇവൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാനും ആ സമയത്ത് കാണുന്നുണ്ട്. എനിക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞെന്താ അറിയോ, ഞാൻ കുറെ അഭിനയിച്ചു, അപ്പൊ എനിക്ക് എന്റെ വിളി എന്ന് പറയുന്നത് സ്റ്റാൻഡപ്പ് കേരളത്തിലില്ല, അപ്പൊ ചിലപ്പോ എന്റെ വിളി ഇതായിരിക്കും, സ്റ്റാൻഡപ്പിന് പോകണം എന്നൊരു ദിവസം രാവിലെ അന്ന് തൊട്ട് ഞാൻ ചെയ്യുന്നതൊക്കെ വർക്കായി എന്നാ പുള്ളി പറഞ്ഞു. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് വന്നവനാണ് പട്ടികളെ എന്നാ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അയ്യോ, ഞങ്ങൾ 10 പേരുടെ പുരുഷുണ്ട്. അല്ല, ഒന്നുമല്ല, നല്ല അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പൊ പിന്നെ പുള്ളിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇൻസ്റ്റന്റ് വിറ്റടിക്കും. അപ്പൊ നമ്മള് ഈ ഡിപ്രഷൻ മൂഡിലിരിക്കുന്ന സമയത്ത് നമ്മൾ ജോണിനെ വിളിച്ച് കൂടെ ഇരുത്തി വട്ടത്തിലിരുന്ന് നോക്കുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പ്രധാന മേഖല ബോഡി ഷേമിംഗ്. ഇന്നത് സമ്മതിക്കില്ലാത്തതുകൊണ്ട് ജോണ മാറ്റി പിടിച്ചു. ബേസിക്കലി കഴിവില്ലാത്തൊരു ബാക്കിയുള്ളവരെ കളിയാക്കിയാണല്ലോ നിക്കണേ ആ സാധനം. എന്നെ തന്നെ കളിയാക്കാറുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ആള് ഇപ്പൊ ശരിക്കും ഡിപ്രസ്ഡ് ആണ്. ഇപ്പൊ ആളിനെ ആരോ ഒന്ന് ഹാപ്പി ആക്കുന്നത്. ജോൺ ഭയങ്കര ജോണിന്റെ ലൈഫിൽ വാഴ കണ്ടിട്ടാണ്. വാഴ കണ്ടിട്ട് എനിക്ക് ഭയങ്കര റിലേറ്റബിളും ഭയങ്കര വിഷമായി പോയി. എത്ര വർഷം കൊണ്ട് ഇന്ന് കണ്ടോളൂ. ആകെ കണ്ടുള്ളൂ. തിയേറ്ററിലൊന്നും പടം കാണാൻ പോകാറില്ല. ബാക്കിയുള്ള കൂട്ടുകാർ രക്ഷപ്പെട്ടെ. പിന്നെ ഇപ്പൊ തിയേറ്ററിൽ ഇപ്പൊ ഒരാളുടെ പടം കാണാൻ ഞാൻ കാരണം രക്ഷപ്പെടരുത്. പണ്ട് സന്തോഷമായിരുന്നു, ഇവരൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളത്. ഫ്രണ്ടിക്ക് വന്നു തുടങ്ങി. ഇപ്പൊ പൈസ മുടക്കി ഒരാളുടെ പടം കാണത്തില്ല. എന്റെ 150 രൂപ അങ്ങോട്ട് പോയത് എന്നുള്ള ഒറ്റ വാച്ചിയാണ്. അല്ല, ഞാൻ പ്രചരിപ്പിക്കില്ല. ഞാൻ നമ്മുടെ ഇവനോട് റിൻഷാദിനോട് ഹക്കീമിനെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം, ഒരു എപ്പിസോഡിൽ വിളിച്ചു നോക്കാം, നമ്മുടെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞു. അവസാനം എൻ്റെ അടുത്ത് ചോദിക്കുക, സത്യത്തിൽ ശരിക്കും നിന്റെ ഫ്രണ്ടാണോ? അപ്പോഴാണ് ഞാൻ ഇവൻ വേറൊരു ലെവലിലേക്ക് എത്തി. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ വിശ്വാസമായത്. ഇന്നലെ നീ 2 പ്രാവശ്യം കോൾ എടുക്കാനായപ്പോ എനിക്ക് പേടിയാണ്. ഇവിടെ കഥ പറയുമ്പോൾ സീനാ നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബാലേട്ടൻ പറയും, എന്റെ ഫ്രണ്ടാ, കടകൻ നായകനാ, എന്റെ ഫ്രണ്ടാ. എന്നിട്ട് ദേ കേട്ടോ, ഞാൻ വിളിച്ച് കേൾപ്പിക്കാന്ന് പറഞ്ഞ് വിളിച്ച് സ്പീക്കർ ഇട്ടപ്പോ താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ മലയാളം വേറെ ഭാഷ ആദ്യം. ഞാൻ പറഞ്ഞു 22-ാം തീയതി എത്തുന്ന് പറഞ്ഞത് എവിടെന്നാന്ന് ഞാൻ ചോദിച്ചില്ല. ഒക്കെ എവിടുന്നാ വരുന്നത്? അപ്പം ഞങ്ങൾ വിളിച്ചപ്പോ എന്താ വേറെ ഭാഷ കേട്ടത്? ഞങ്ങള് ദുബായിൽ മറ്റേ സൈമ എന്നെ പുരസ്കരിച്ച് ആദരിച്ചു. ബെസ്റ്റ് സപ്പോർട്ടിങ് ജോൺ ജോ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ
അത് സൈമ വരെ അംഗീകരിച്ചു. വല്ലാത്തൊരു സപ്പോർട്ടായിരുന്നു. സിനിമയിൽ നിന്ന് പുള്ളിയെ കളഞ്ഞതിന് ഉള്ള പാട് അത് മാർട്ടിൻ മറക്കാട്ട് കൊടുത്തല്ലേ. ചാർലി, ഞാൻ എല്ലാ എപ്പിസോഡിലും പറയാറുള്ള ചാർലിയിലേക്ക് എന്നെ വിളിച്ചത് ഹക്കീമായ. അതിന്റെ കഥ എന്ന് പറയൂ. അത് അതിലും നല്ല കഥ ഞങ്ങൾ മധ്യപ്രദേശ്. ചാർലി ഈ പറഞ്ഞ പോലെ സോങ്ങില് ഒരു മുടി നീട്ടി ലാസ്റ്റ് 3 ദിവസത്തെ ഷൂട്ട് നിന്റെ അടുത്ത് ചോദിച്ചോ, മുടി നീട്ടി ഗിറ്റാർ വായിക്കുന്ന ഒരാള് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവനാരാന്ന് പറയരുത്. ജോൺ എന്റെ കൂടെ ഉണ്ടല്ലോ, പക്ഷെ ഞാൻ ഇവന്റെ മുഖം ആലോചിക്കുന്നില്ല, ഇവൻ ഗിറ്റാർ വായിക്കുന്നില്ല. ഞാൻ ഇവന്റെ കൂടെ ഇരുന്ന് മുടി നീട്ടി ഗിറ്റാർ വെക്കാൻ അറിയുന്ന ആൾക്കാരെ വിളിയാ. അവസാനം ജോൺ സൈഡിൽ നിന്ന് അളിയ ഞാൻ ആ മുടി നല്ല മുടി കുഴപ്പമില്ല, വീണ്ടും അടുത്താണ് വിളി. പിന്നെ ഇവനെ ഇപ്പൊ മാർട്ടിൻ പ്രക്കാടിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നു. ആളെന്നെ അന്നട കാണുന്ന ഷൂട്ടിന്റെ അന്ന്. ഇത് അവസാനത്തെ 3 ദിവസം ഷൂട്ട് നടക്കണേ. ബാക്കിയെല്ലാം കഴിഞ്ഞ് ടൈറ്റിൽ സോങ് എടുക്കാൻ പോകും. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ദുൽഖറിനെ പറ്റിട്ട് തന്നെ എടുത്തന്നെ. അപ്പോഴും ആറ്റിറ്റ്യൂഡിന് കുറവൊന്നുമില്ല. എത്ര കിട്ടും അന്ന് ഞാൻ ഒരു പടം ചെയ്തു വന്ന് നിൽക്കാണല്ലോ. ആ പടത്തിന്റെ പേരുടെ മാനസാന്തരപ്പെട്ട SD അത് ചെയ്തു നിൽക്കാച്ചോണ്ട്. അല്ല, അതെന്റെ ആക്ലാബിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്റെ ഗ്രാഫ് ഭയങ്കര ഇതായിരുന്നു. നമ്മളെ ആക്ലാബിൽ വന്ന് പ്രിയന്തൻ സാറ് നമ്മളെ മധ്യപ്രദേശ് വന്ന് ഞാൻ 2 മാസം കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് കൂടെ. അത് കഴിഞ്ഞിട്ട് ചാർലി, അതായത് ഞങ്ങളൊക്കെ നോക്കിക്കുമ്പോ ജോൺ ഇങ്ങനെ ഈ പടങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ എവിടെ നിക്കണേന്ന് കണ്ടിട്ടില്ല. എനിക്ക് പടണ്ട്, ചെറിയൊരു അസുഖമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ സ്റ്റാൻഡപ്പ് ചെയ്ത അങ്ങനെ അഭിനയം കൊണ്ട് വളരെ മോശം ഞാൻ തിരിച്ചറിഞ്ഞ. അങ്ങനെ അപ്പൊ ജോണോട് പറഞ്ഞു ഇങ്ങനെ ടൈറ്റിൽ പരിപാടിയാണ്, നിന്റെ ഫേസിൽ നിന്നാണ് തുടങ്ങണേ എന്നൊക്കെ പറഞ്ഞ് ജോൺ ആദ്യമേ കൊണ്ടുപോയി ഞങ്ങള് ആ ബോട്ടിന്റെ മുകളിൽ കയറ്റി ഇരുത്തി. ഷോട്ടല്ല ഉള്ളിലുള്ള എടുത്തേ. ഞാൻ മുകളിൽ 3 ദിവസം വെയിലും കൊണ്ട് വീട്ടിലിരുന്നു. അത് അവര് ഷൂട്ടിനിടെ ആരും ശല്യം ചെയ്യാൻ വന്ന നീ ആയാലും വരുവാണ് പുറത്തൊന്ന് സിഗ്നൽ തന്നെ ഗിറ്റാർ. ആ കായലിക്കൂടെ ഞാൻ ചന്നം പിന്നെ എന്നിട്ട് ഡ്രോൺ ഷോട്ട്. ഇത് പറയുമ്പോ ഈ സൈഡിൽ മറ്റേ ആ ഡ്രോൺ ഷോട്ട് കാണിക്കണം കേട്ടോ. കുറെ എപ്പിസോഡിൽ കാണിച്ചടാ. കടുക് പോലെ അതിലും നല്ല എക്സ്പീരിയൻസ് ഞങ്ങൾ രണ്ടുപേരും മധ്യപ്രദേശ്. ഞാൻ പ്രിയന്ത സാറ് ഡയറക്ട് ചെയ്ത ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അതിനകത്തും ഞങ്ങള് ഒരുമിച്ചൊരു സീനുണ്ട്. ആ ഒരു സീൻ കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് പിറ്റേ ദിവസം പൊക്കോളാനുള്ള പരിപാടിയാ. പക്ഷെ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു പരിപാടി ഇല്ല. അപ്പൊ സാർ അന്ന് പിന്നെ നാളെ പൊക്കോളാ പറഞ്ഞ് ട്രെയിനിന്റെ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ തന്നപ്പോ ഞങ്ങള് തലചെറിഞ്ഞ് അവിടെ നിൽക്കാം. അല്ല അവിടെ പോയിട്ട് വല്ല പണിയുണ്ടെന്ന് ചോദിച്ചു. ഇല്ല, അന്നാ നിന്നോ പാസിംഗ് സീനിലൊക്കെ ഇടാം. പിന്നെ ഞങ്ങളൊരു പാസിംഗ് സീനായിരുന്നു അവിടെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു മധ്യപ്രദേശിലെ ഉള്ളി പോയിട്ട് ഇറ്റാർസി. അവിടെ നിന്നും പോണം ഒരു 100 കിലോമീറ്റർ പോയി. ഒരു പ്രാവശ്യം ഡ്രൈവറില്ലാണ്ട് ഇവനായിരുന്നു മുഴുവൻ. പിന്നെ ഞാനേ പ്രൊഡക്ഷൻ വണ്ടി ഓടിക്കും. ഫോഴ്സിന്റെ എന്തോ വണ്ടി, ഫോഴ്സിന്റെ ഒരു അതിന് വേറൊരു പേരാ ഭാഗത്തുള്ളതാ. കുറെ ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുന്ന അതൊരു ജീപ്പ് പോലത്തെ വണ്ടിയാ. അതിനകത്ത് ഏകദേശം മിനിമം ഒരു 50 പേര്. നമ്മുടെ ക്രൂ മൊത്തം 2 വണ്ടിയിൽ ഫുള്ള് ക്രൂ പോകും. ഞാനാ ആദ്യത്തെ 4 ദിവസം നമ്മള് പിന്നിലിരുന്നായിരുന്നു. പിന്നെ നോക്കുമ്പോ ഇവൻ അത് എടുക്കുന്നു. ഫുൾ വഴി ഇവനറിയാം. എന്താ അറിയോ, ഞാൻ മറ്റേ ഈ ഹൈറാർക്കിയിൽ ഏറ്റവും അവസാനത്തെ ആളായതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഇരുട്ടത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പൊ തലവേദന എടുത്ത് ഛർദ്ദിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഡ്രൈവറോട് ഞാൻ ഇങ്ങനെ തൊട്ട് ഞാൻ ഓടിക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഡ്രൈവർ എന്റെ ഡ്രൈവറിനെ സൈഡിലിരുത്തി. പിന്നെ ഫ്രണ്ടിലായല്ലോ. പിന്നെ ബാക്കി പ്രിയന്ത സാറടക്കം ഉള്ളില് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് അവൻ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയത്. അവിടെ 5 മണിക്ക് നമ്മൾ അവിടെ നിന്ന് പോരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ലൊക്കേഷനിലെത്തും. ഇവിടെ എത്തിയ പിന്നെ വേറെ ഒന്നുമില്ല, ചോളപ്പാടം മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ തുടങ്ങി. അല്ല, അവിടെ ഉള്ളവർ താമസിക്കുന്നതൊക്കെ അവിടെ ഭയങ്കര ചിൽ ലൈഫാട്ടാ. ആ വീടുകൾക്കൊന്നും വാതിലില്ല. പിന്നെ ഇവരുടെ മുറിയുടെ തൊട്ടപ്പുറത്തെ മുറിയിലാണ് തൊഴുത്ത്. ഇവർ പശുവിനെ റൂമിനകത്താണ് താമസിപ്പിക്കുന്നത്. ഇവരിപ്പുറത്തെ റൂമിൽ താമസിക്കും, പശു ഇപ്പുറത്തെ റൂമിൽ താമസിക്കും. ചാണം മെഴുകി വീട് ടൈലിട്ട് വീടിനേക്കാളും നീറ്റാ. പിന്നെ സൈഡിൽ കൂടെ മുഴുവൻ കഞ്ചാവ് ചെടികള്. പിന്നെ അവരൊരു വാറ്റ് ഉപയോഗിക്കും. മരത്തിന്റെ പൂവ്, അവിടുത്തെ മരത്തിന് മഹുവ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഒരു
വാറ്റുണ്ട്, അതാണ് അവര് കുടിക്കണേ. ഞങ്ങൾ ചെന്നപ്പോ ഈ സാധനത്തിന് 20 രൂപ 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഡിമാൻഡ് കൂടി പോയി സാധനത്തിന് 200 ഒരു കുപ്പിക്ക് 200 അവസാനം ഈ സാധനത്തിന്റെ ക്വാളിറ്റി ജോണ് പോണ്ടെന്ന് പറഞ്ഞ അവിടെ പിടിച്ചതിന്റെ കാരണം അതാണ് ഒരു മാസമായിട്ട് മക്കൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് അടിച്ചില്ല. പക്ഷെ സാധനം നല്ല കച്ചവടമായിരുന്നു അവിടെ. കച്ചവടം നമ്മള് നോക്കിയത് അതടിക്കൂല, കഞ്ചാവന്റെ പുള്ളി വാറ്റടിക്കൂല. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കൊണ്ട് ഉപയോഗിക്കാനും പറ്റും. വെറുതെ അത് ഇറക്കിയത്. ഇവനായിരുന്നു അവിടെ ഒരുപാട് ആൾക്കാർക്ക് പറമ്പി തൂറാനുള്ള മോട്ടിവേഷൻ. 5 മണിക്ക് വണ്ടി സൈഡിലായിട്ട് ഹക്കിം ഇങ്ങനെ പോകും. ചോളപ്പറമ്പിൽ ഒരു 20% വളട്ടൊക്കെ ഉണ്ട് ഇവനാ. പ്രിയങ്ക സാറ് ഇതിവിടെ ഇന്നത്തെ കാലത്ത് ഇവിടെ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് മാറാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അല്ല ഇങ്ങനെ കിടക്കുക, മറ്റേ ബെസ്റ്റ് സ്ഥലമായിരുന്നു കേട്ടോ. വാഗമണ് മൊട്ടക്കുന്നുകൾ പോലെ ഇങ്ങനെ കിടക്കുക. അപ്പൊ അതായത് തണലിനൊന്നും ഒരു മരം പോലും ഇല്ല. ഒരു തേക്ക് ഇലയില്ലാത്ത ഇങ്ങനെ നിൽക്കണ്ടാവും. നമ്മൾ അതിന്റെ തണല് പിടിച്ചിരുന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഈ തണൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. പിന്നെ ഭയങ്കര ഡ്രൈ ചൂട്. അതായത് ഇതില്ല, നമ്മുടെ തൊലി ഇങ്ങനെ പാമ്പിന്റെ തൊലി പൊളിക്കണ പോലെ ഇങ്ങനെ പൊളിക്കാം. അതുപോലത്തെ ചൂടാ. അപ്പൊ നമുക്ക് വേറെ പാസിംഗ് സീനല്ലേ ഉള്ളൂ, വേറെ അഭിനയിക്കാനൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. അവിടെ മറ്റേ ചെറിയൊരു പുഴ പോലത്തെ സാധനം അതിൽ കുളിക്കുന്നു. അതിന്റെ തീരത്ത് ഈ പറഞ്ഞ പോലെ അല്ല എന്റെ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ശീലം ഉണ്ടല്ലോ. നമുക്ക് എണീറ്റ് ഒരു കാപ്പിയൊക്കെ കുടിച്ച് എന്നാലേ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾക്ക് റെഡി ആവുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ 5 മണിക്ക് അവിടെ സെറ്റിൽ എത്തണം. പിന്നെ പ്രാഥമിക കർമ്മങ്ങൾക്ക് അവിടെ ക്യാരവനോ ഒന്നുമില്ല, കണ്ണത്താ ദൂരത്തോ ചോളപ്പാടം, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഇവർക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ടാണ് ഇവരൊക്കെ പിന്നെ ഇല്ല ഞാൻ എന്നിട്ടും പോയിട്ടില്ല. എന്നിട്ട് 1 മാസം പിടിച്ചു വെച്ചോണ്ടില്ല. അപ്പൊ ജോൺ ചേട്ടൻ പറഞ്ഞ എനിക്ക് ചോളപ്പാടത്ത് പോയി ഇരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഹക്കീം ബ്രോ പറഞ്ഞത് നീ സ്റ്റാൻഡപ്പ് ചെയ്യുന്നു. നിനക്ക് പറ്റിയ അതായിരുന്നു നമ്മൾ ഒരുമിച്ച്. അത് നമ്മൾ ശരിക്കും 1 മാസം അവിടെ ഉണ്ടായിരുന്നല്ലേ മധ്യപ്രദേശ്. ഞാൻ ഉണ്ടായിരുന്നു, വരുൺജി, പിന്നെ നമ്മുടെ അവിടുത്തെ തന്നെയായിരുന്നു നായിക. ഒരു മലബന്ധമാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇനിയെങ്കിലും രക്ഷപ്പെട്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ മനോരമയ്ക്ക് വേണ്ടി ലൈഫ് ജോർ അതിന് ഓഡീഷൻ കൊണ്ടുപോയി. ഏതിന്റെ ലൈഫ് ജോർ എന്ന് പറഞ്ഞിട്ട് മനോരമ മാക്സിലായിരുന്നു ഒരു വെബ് സീരീസ് ഞങ്ങൾ ചെയ്യണ്ടേ. അപ്പൊ അതിനകത്ത് സ്ക്രിപ്റ്റ് എഴുതാൻ ആളെ വേണം. അപ്പൊ ഞാൻ എനിക്ക് ആകെപ്പാടെ കോമഡി പറയുന്നത് ഇവര് മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇവന് വിളിച്ചൊരു സ്ക്രിപ്റ്റ് എഴുതാന്ന് പറഞ്ഞ് എഴുതിപ്പിച്ച്. അതില് എന്നെ നീ ഇതിനാ നമ്മളെ സാധനത്തിന് ഓഡീഷനെ കൊടുത്തത്. ഓഡീഷൻ ആയിരുന്നു. അതെ ഓഡീഷൻ ആയിരുന്നു. നമ്മളൊരു നമ്മുടെ മിടുക്കിയിലൊക്കെ ഉണ്ടായിരുന്ന മറ്റേ ഇവന്റില്ലേ, ഡെയിൻ ആയിരുന്നില്ല. ഡെയിനുള്ള പരിപാടിക്ക് ഞാനും ശ്രാവണും കൂടി ഒരു ഓഡീഷന് പോയിണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് നിന്നെ ഞാൻ ലൈഫ് ജോറിന് എഴുതാനും ഉണ്ടായിരുന്നു. ആണോ? ശ്രാവണിന്റെ കൂടെ പോയിട്ട് ഞാൻ പെർഫോം ചെയ്തപ്പോൾ ആളെന്നെ മാറ്റിരുത്തിട്ട് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അന്ന് എഴുതിയ സാധനം നല്ലതായിരുന്നു. അപ്പൊ ഞാൻ എഴുതാൻ കുറച്ച് മടിയുള്ളതുകൊണ്ട് മറ്റേ പരിപാടി എന്തായിരുന്നു മനോരമയുടെ? ലൈഫ് ജോർ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ് ഒരു സാധനം. അന്ന് വെബ് സീരീസ് കരിക്കൊക്കെ വരണല്ലോ. ആക്ടിങ് സ്കില്ലില്ലാത്ത ജോണിന് പറ്റിയില്ല. ജോണിന് പറഞ്ഞു വിട്ടു. സംഭവം ശരിയാ, കുറച്ച് സ്കില്ല് കുറവാ. അപ്പോൾ ജോൺ ആണെങ്കിൽ അഭിനയിക്കുന്നത് നിർത്തണം എന്നുള്ളത് ഹക്കീമിന്റെ തന്നെ ആഗ്രഹമായിരുന്നല്ലേ? അത് പലരുടെ ആഗ്രഹമായിരുന്നു, അഭിനയം കണ്ടിട്ടുള്ള പലരുടെ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഗുരു സജീവ് സാറിന്റെ പേര് സ്ഥലത്തും പറയാത്തത്. ആൾക്ക് ഇനി കിട്ടുന്ന അഡ്മിഷൻ കുറയണ്ട. ഞങ്ങളൊക്കെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആക്ലാബ്. ഇവന്റെ അഭിനയം കണ്ട് സഹിച്ചിരിക്കണവന്റെ അവസ്ഥ ആലോചിച്ചിട്ട് വിഷമം കൊണ്ട് ഞാൻ സ്റ്റാൻഡപ്പിലേക്ക് പറഞ്ഞു. എവിടെ എന്റെ അഭിനയം? നമ്മുടെ സീൻ അതായിരുന്നു, ഒരൊറ്റ സീൻ. അന്ന് ഇവൻ ആ സീനിൽ കഞ്ചാവ് വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ പേര് ശിവമുലി, ശിവഗംഗ. അല്ലെ ഇത് കഞ്ചാവല്ലേ എന്ന് വിനയ് ഫോർട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നു. അല്ലല്ല, ഇവിടെ ഇതിന് ശിവമൂലി എന്നാണ് പറയാ. അപ്പൊ വേറൊരാള് ചോദിക്കും, അല്ല കൂട്ടുകാരൻ വന്നില്ലേ? ഇല്ല, അവൻ അവിടെ കിടന്നു. അപ്പൊ എന്റെ ഡയലോഗ്, അല്ലെങ്കിലും ചിലരങ്ങനെ. എന്റെ ഡയലോഗ് കഴിഞ്ഞു. അത് ഒരു ദിവസം പോയി. ഈ സാധനം ഞാനുണ്ട്, അരുൺജി ഉണ്ട്, ഞങ്ങളുടെ 3 ആക്ലാബിന്റെ എക്സ്ക്ലൂസീവ് സീൻ അത്. ഈ സീൻ ഷൂട്ട് കഴിഞ്ഞപ്പോ മൊത്തത്തിൽ അതൊരൊറ്റ ഒരു ടേക്ക് 2 ടേക്കിലെ പരിപാടി തീർന്നു. അത് കഴിഞ്ഞപ്പോ അവിടെ ചെറിയ തോതിൽ ആ പിള്ളേർ തിരക്കേട്ടില്ലാണ്ട് ചെയ്തു എന്ന് പറഞ്ഞു നിൽക്കാണ്. അതിന്റെ പിറ്റേ ദിവസം മറ്റേ ഷോട്ട്, അതായത് ഐഡി നടക്കണോടത്ത് ഞാൻ ഇങ്ങനെ നിന്നതില്ലേ, വിനയ് ഫോർട്ടും സിദ്ധാർത്ഥ മേനോനും ഭയങ്കര ഇടി നടക്കുന്നു. അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ ഈ കേട്ട കഥയിൽ ഇവിടെ ആദ്യമായിട്ടാണ് ഇടി നടക്കണേ എന്നുള്ളതാണ്.
അപ്പോൾ ആ സീനിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇടി കൊണ്ട് ഇങ്ങനെ ഒരു കമന്നടിച്ച് വീഴുന്നു. അത് കഴിഞ്ഞിട്ട് കട്ട് കളിച്ച വഴി മുരളിച്ചേട്ടനല്ലേ അതിന്റെ അസോസിയേറ്റ് താൻ അവിടെ എന്ത് കാണിച്ചു നിൽക്കാന്നുള്ളൊരു സാധനം കേട്ടു കഴിഞ്ഞ് ഈശ്വര ഞാൻ ഇടിയാണെന്ന് ഇങ്ങനെയാ ചിലരങ്ങനെയാണ് ഇടി കാണുമ്പോ ചിലരങ്ങനെ. അത് കഴിഞ്ഞിട്ട് റീടേക്കിന് മുമ്പ് മഴ ട്രാക്കിൽ നിന്ന് ക്യാമറ എടുത്ത് ചെയ്ത ആ ചേട്ടന്മാരെ എന്നെ ചീത്ത പറഞ്ഞിട്ട് നീ ഒന്നുമില്ല സജീവന്റെ ശിക്ഷ തരണ ഇങ്ങനൊക്കെ ചെയ്യാന്ന് തോന്നുന്നു. പിന്നെ ആത്മാർത്ഥ കൂടി കയറി നിന്ന് എല്ലാ സീനിലും വന്ന് നിന്ന് അവസാനം എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഏത് ഷോട്ടിൽ നോക്കിയാലും അവനില്ലാത്ത എല്ലാ ഷോട്ടും എടുത്തോളാം. എന്റെ ഫസ്റ്റ് എനിക്ക് പേടി തട്ടിയൊരു സംഭവം അതായിരുന്നു. ആ സീൻ കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ നവമി നിൽക്കണു, നവമിയുടെ ഇപ്പുറത്ത് തന്നെ ഞാൻ ജോൺ റൈറ്റ് എന്ന് പറഞ്ഞ തന്നെ നവമിയുടെ അടുത്ത് നിർത്തി സീൻ തെറ്റ് ചെയ്തു. ഇത് രണ്ടാമത്തെ റീടേക്ക് പോയപ്പോ ജോൺ ലെഫ്റ്റ് കുറച്ചുകൂടി പോ അത് പിന്നെ എനിക്ക് ഫ്രെയിമിങ് കയറിക്കാൻ പേടിയായിരുന്നു. ഒടുക്കത്തെ പൊക്കായതുകൊണ്ട് എവിടെ നിന്നാലും കാണു വെച്ചേ നവമി എന്തൊരു പൊക്കം കുറവ്, നവമി എന്റെ തന്നെ നോക്കുന്നുണ്ട്. ഈ ആകെ ഒരു സീൻ ചെയ്തതിന് ഇവിടെ നമ്മളോട് പറഞ്ഞിരുന്നു ഞാൻ ഇനി കൊമേഴ്ഷ്യൽ സിനിമയൊന്നും ചെയ്യുന്നില്ല, റിയേട്ടന്റെ കൂടെയും ഗോപാൽജിയുടെ കൂടെയൊക്കെ അടൂർ പോലെ അങ്ങനത്തെ ക്ലാസിക് സിനിമകൾ മാത്രമേ ചെയ്യത്തുള്ളൂ. ഇവര് മാറി ചിന്തിച്ചടാ അതല്ലേ. എനിക്കിതുപോലെ ആവാൻ പറ്റാഞ്ഞിട്ടൊന്നല്ല, നമുക്കൊരു ഇതുണ്ട് കല. ആ സമയത്ത് ഞങ്ങളുടെ എല്ലാവരും ജീവിതം ഒരു സന്യാസ ജീവിതമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ജോണിന്റെ എപ്പോഴും അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ജോൺ സന്യാസി പോലെ ജീവിക്കുന്നു. എനിക്കൊന്നും വേണ്ട. അത് ചില സാധനങ്ങൾ ആ സമയത്ത് അങ്ങനത്തെ നമുക്ക് അടിച്ചേർന്നേ. അതായത് ഭയങ്കര ചില്ലായിട്ടുള്ള പരിപാടിയാണ് ലൈഫ്. ഇത്ര കയ്യും കാലിട്ട് അടിക്കേണ്ട കാര്യമില്ല. അപ്പോ ചെറിയ നല്ല ഉഴപ്പാൻ നമ്മൾ കാരണം അന്വേഷിച്ച് നടക്കുന്ന സമയമാണല്ലോ. ഇത് നീ മാത്രം എന്താ അതും വിടാഞ്ഞത്? ഹക്കീം വർക്ക് ചെയ്യാൻ തുടങ്ങിയല്ലോ. നീ ഞാനൊരു 4 വർഷത്തോളം ഞാനൊരു ബുക്ക് വായിക്കുന്നുണ്ടായിരുന്നു, മൈത്രേന്റെ ബുക്ക്. ഏതാണ്? മനുഷ്യനെ അറിയാം. അപ്പൊ അത് വായിച്ച് ഞാൻ ഭയങ്കര ഫാനായി. അതിനകത്ത് ഇങ്ങനെ മറ്റേ കാമാൻ, മറ്റേ ഡോൺ റഷ്, ഇതൊന്നും അങ്ങനത്തെ ഒരു ചിൽ ലൈഫ് പരിപാടിയും അല്ല, വേറെ തന്നെ ഒരു പെർസ്പെക്റ്റീവ് ആണ്. ഭയങ്കര അറിവാണ് ലൈഫിനെ പറ്റി വേറൊരു പെർസ്പെക്റ്റീവും ഭയങ്കര അറിവാണ് അതിനകത്തുള്ളത്. അപ്പൊ ഞാനിതൊക്കെ വായിച്ച് ഞാൻ ഇങ്ങനെ കമ്പിയായിട്ട് ഞാൻ ഇതൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്, പൊളി എന്നൊക്കെ പറഞ്ഞ മുകളില്. അപ്പൊ ആ ഒരു കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി ഒക്കെ പോകും നമ്മൾ. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ സാധനം കൈ പിടിച്ചിട്ട് നടന്നായിരുന്നു ഈ ബുക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ജോണി ഇതൊക്കെ കഴിപ്പിച്ച് ഞാനിത് 4 പേജ് ഇത് ഞാൻ പറഞ്ഞതല്ലേ, ഇത് തന്നെ അല്ലടാ ഞാനും പറഞ്ഞത്. അത് തന്നെ ജോൺ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അല്ല ഇവന്റെ കുഴപ്പം തന്നെയായിരുന്നു, ഇവൻ ഹാർഡ് വർക്കിംഗ് ഒന്നും അല്ലായിരുന്നു. ഞങ്ങളുടെ സാറ് എപ്പോഴും പറയുന്നത്, സാറിന് ഏറ്റവും അവിടെ സജീവ് സാറ് വരണ ബാച്ചിലെ എല്ലാ പിള്ളേര് അടുത്തും പറയണ ഒരു ആളാണ്. ഭയങ്കര കാലിബറുള്ള, പക്ഷെ ഒരിക്കലും അവനെ പോലെ ഇവന് ഭയങ്കര ഇതുള്ളതാണ്. ഇവൻ എത്തും, പക്ഷെ അവൻ മടിയാനായിരുന്നു. അവന്റെ അടുത്ത് ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവൻ പോകുമെന്ന് അറിയില്ല. അപ്പൊ ആ സമയത്ത് അവിടെ നിന്ന് കോഴ്സൊക്കെ കഴിഞ്ഞ് ആദ്യം ചെയ്ത് ഇവൻ ടിപ്പർ ഓടിക്കാൻ അങ്ങോട്ട് പോയി. ആരുടെ ബന്ധുവിന്റെ ടിപ്പർ എന്ത് പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോയി കയറുന്നു. അപ്പൊ സാർ പറഞ്ഞു അവനെങ്ങനെ അവന് പറ്റും, പക്ഷെ ചെയ്യൂല. സാറിനാണെങ്കിൽ ഇവൻ രക്ഷപ്പെട്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ചും കൂടി രക്ഷപ്പെട്ടാണ്, അതും ചെയ്യണില്ല. അന്ന് ആക്ലാബ് എന്ന് പറയുന്നത് ഗുരുകുല സമ്പ്രദായമാണ്. നമ്മൾ തന്നെ അവിടെ കുക്ക് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, പരിപാടികൾ. ഞങ്ങൾ ഒരു 6 പേര് ഒരു ബാച്ചിലുണ്ടായിരുന്നത്. അപ്പൊ ഇവനൊക്കെ അതിന് മുമ്പത്തെ സീനിയർ ബാച്ചിലുള്ളതാ, തുടക്ക ബാച്ച് ഫസ്റ്റ് ബാച്ചിലുള്ളതാ. അപ്പൊ ഇവന്മാരൊക്കെ ഗുരുകുല സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വിചാരിച്ചു സമ്പ്രദായം കഴിയുമ്പോൾ ഇവര് പൊക്കോളും, പോവില്ല. അവിടെ കിടക്കുന്ന ഒരു 6 ബാച്ച്. എറണാകുളത്ത് നിൽക്കാനും പറ്റും, ഭക്ഷണം കിട്ടും. അപ്പൊ സജീവ് സാർ പണിയെടുക്കുന്നത് മുഴുവൻ ഞങ്ങൾ ഭക്ഷണം കിട്ടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറ് അവസാനം പറമ്പിന്ന് ഓരോന്ന് വെട്ടിക്കൊണ്ടുവരാനൊക്കെ തുടങ്ങി. സാറ് ഞാൻ സാറ് നോക്കി നമ്മളിങ്ങനെ ഫസ്റ്റ് ഇവിടെ സാറ് കപ്പയൊക്കെ ചോദിക്കൊണ്ടിങ്ങനെ സാറ് അവസാനല്ലേ ഈ കാറ്റത്തൊക്കെ വീണ മൂക്കാത്തൊക്കെ ആയൊക്കെയുണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവരും. 2 സ്റ്റീം അടിച്ചിട്ട് കുറുക്ക് വരുമോ. അയ്യോ, അവിടെ നിന്ന് കടച്ചക്ക. സാറ് വീട്ടിൽ പോണത് പിറ്റേ ആഴ്ചത്തേക്ക് ഇവിടെ ക്ലാസ്സിലേക്ക് വേണ്ട സാധനങ്ങൾ. ഈ ആക്ലാബിന് മെയിൻ സ്ട്രീം ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുള്ള ആരൊക്കെ ഉണ്ട് ഇതല്ലാതെ? ഹക്കിമുണ്ട്, വിഷ്ണുണ്ട്. എടാ ഞാൻ പറഞ്ഞില്ലേ ഒരു ടൈമില് അവിടെ ഉള്ള ഒരു കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്തിരുന്നു. ഇപ്പൊ മെയിൻ സ്ട്രീം സിനിമ കാണാൻ പോവില്ലല്ലോ, ആരെങ്കിലും ഉണ്ടാവും ഫ്രെയിമില്. ഇവനൊക്കെ രക്ഷപ്പെട്ടോ. ഇമോഷണൽ സീനായിരിക്കും, പക്ഷെ ഞാൻ പല്ലടിക്കും. കുറെ പേരുണ്ട് ഒരു സിനിമയില്. ഒരു 1-2 ആൾക്കാരെങ്കിലും ഇപ്പൊ കാണാം ഉണ്ടാവും. ഷിൻസേട്ടൻ. എനിക്ക് ഹക്കീമിനോട് ജോണിനോട്, ജോൺ നിനക്ക് അസൂയ തോന്നുന്നുണ്ട് ഇവരോടൊക്കെ? എന്തിനു കഴിയില്ലാത്തൊരു എന്തിനാ ചെയ്യപ്പെട്ടിട്ടില്ലേ? പുള്ളിയല്ല ഇപ്പൊ ഒന്ന് റീവൈൻഡ് അടിച്ചു നോക്കിയ പുള്ളി പല്ല് കടിക്കണ സീൻ
പല്ലടിക്കുന്നത് കാണിച്ചതല്ലേ? അല്ല, ഇത് ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ വരെ കളിയാക്കൊണ്ടിരുന്ന സംഭവമായിരുന്നു. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ബാക്ക്ഗ്രൗണ്ടിലുള്ള ആർട്ടിസ്റ്റുകളായിരുന്നല്ലോ ഒരു ടൈമിൽ. അപ്പോൾ വീട്ടിലുള്ളവർ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലബിലാണോ എന്ന് ചോദിക്കും, ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നാ അതിൽ നിന്നൊക്കെ മാറി. ഞാൻ പ്രൗഡാണ്. കൂടെയുള്ളവര് പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് തള്ളണില്ലേ ഹക്കീമിനെ അറിയാന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാതെ പ്രണയവിലാസം കടകനൊക്കെ പോസ്റ്റർ നിനക്ക് കാണുമ്പോൾ നിനക്ക് മാനസികമായിട്ട് അല്ലല്ല, എനിക്ക് പ്രണയവിലാസത്തിന്റെ പെർഫോമൻസ് എനിക്ക് ആ വയസ്സായിട്ടുള്ള സംഭവം ചെയ്തത് ഭയങ്കര കിടലിനായിരുന്നു. ഭയങ്കര കിടലിനായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് ഞാൻ നിന്നെ പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളല്ല നീ ഇല്ലാത്ത പറയുന്നത്. അല്ല, ഞാൻ നിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ അടുത്ത് ഓരോന്നാണല്ലോ നീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഇനിയും ഞാൻ പറഞ്ഞു കൊടുത്ത് അത്രയ്ക്ക് വന്നിട്ടില്ല. അല്ല, അത് ഭയങ്കര കിടലൻ പെർഫോമൻസ്. ഒരു ഫസ്റ്റ് ഒരാൾ ക്യാമറയാണ്, നീ കുറെ കാലമായി നമുക്കറിയാം, എന്നാലും കാണുന്ന ഒരാൾ ചിന്തിക്കുന്നത് വയസ്സായ ഒരു ക്യാരക്ടർ നീ അതിൽ ആ ചെറുപ്പം ക്യാരക്ടർ ചെയ്തത് അത്രയും ഒരു നിഷ്കളങ്കൻ ഫേസും സാധനമൊക്കെ പിടിച്ചിട്ട് ഈ വയസ്സായ എനിക്ക് വരുമ്പോ ബോഡി ലാംഗ്വേജും ആ സംഭവമൊക്കെ കിടലൻ സാധനമായിരുന്നു. ചിലത് അംഗീകരിക്കാണ്ട് ഇതിപ്പോ നമ്മള് അംഗീകരിച്ചില്ല. ജോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്ക് ശരിക്കും പ്രായമായി, ആ ബോഡി ലാംഗ്വേജ് അല്ല, എനിക്ക് ചെറിയൊരു പൊക്കക്കൂടലും വളമൊക്കെ ആയിട്ട് എനിക്ക് ചെയ്യണമെങ്കിൽ റിവേഴ്സ് ചെയ്യണം. അതായത് ഈ സാധനം സുഖമായിട്ട് ചെയ്യാം, മുടി നരപ്പിക്കണം, അല്ല കറപ്പിക്കണം. അല്ല, മൊത്തത്തിൽ ബ്രോയുടെ ജേണി എങ്ങനെയാണ്? അത് പണ്ട് ഉഴപ്പനൊക്കെ വലിയ കഥയൊന്നുമില്ല. ബിഫോർ ആക്ട് ക്ലബ് ഞാൻ വീട്ടിൽ ഇത് തന്നെ ഭയങ്കരമായിട്ട് ആവണം ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാർക്ക് ലൈക്ക് എവിടെയോ കിടക്കുന്ന ഒരു ഡ്രീം അല്ലേ. പക്ഷെ നിന്റെ വാപ്പ ഭയങ്കര സപ്പോർട്ടായിരുന്നല്ലോ. ലൈക്ക് പേരൻസ് സപ്പോർട്ട് അല്ലായികയില്ല എന്നുള്ളൂ. ലൈക്ക് സപ്പോർട്ടാണെന്നല്ല, പക്ഷെ എതിർത്തിട്ടില്ല. അപ്പോൾ പറയുമ്പോൾ എൻ്റെ പേരൻസ് അങ്ങനെയായിരുന്നു എല്ലാ കാര്യത്തിലും. പൊതുവേ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലാത്തൊരു തല്ലുപുള്ളിയായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഒരു തീരുമാനം പറഞ്ഞപ്പോൾ പേരൻസ് ഓക്കെ നോക്ക്, ഒരു വർഷം സമയം തരാം, ഒരു വർഷം നിന്ന് നോക്ക്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ന്യൂസിലൻഡോ എവിടെയോ പോകാൻ വേണ്ടി IELTS ഒക്കെ എഴുതാം എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുന്നു. പിന്നെ കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് പട്ടാളത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഫുട്ബോൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ ലൈഫ് വെച്ച്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അപ്പോൾ പട്ടാളത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പട്ടാളത്തിൽ പോകാൻ വേണ്ടി NDA-ലൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് പറയുമ്പോൾ പിന്നെ പക്ഷെ എന്നാലും സിനിമ കാണുമ്പോൾ നമ്മളൊരു വെള്ളിയാഴ്ച പോയി സിനിമ കാണുമ്പോൾ ആക്ട് ചെയ്യണം എന്നുള്ള വീണ്ടും വരും. അങ്ങനെ പിന്നെ അവസാനം ഭയങ്കര ക്രൂഷ്യൽ മൊമെന്റിൽ ഞാൻ തീരുമാനിച്ചു ആക്ടർ തന്നെ ആവാം. അത് കണ്ട് നടന്നില്ലേ പിന്നെ എങ്ങാനും പട്ടാളത്തിൽ ട്രൈ ചെയ്യാതായി. പക്ഷെ ഇവിടെ വന്നപ്പെട്ട് ഇവന്റെ ഒക്കെ കൂടുതൽ കൂട്ടുകൂടുന്നത്. ഇവനൊക്കെ വരുമ്പോ കോളേജ് കഴിഞ്ഞപ്പോ തന്നെ വന്നിട്ടുണ്ട്. അതെ അതെ, കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ABCD-യിൽ അഭിനയിക്കാൻ ചാൻസ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ആക്ട് ലാബ് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. നീ എന്താ നിന്റെ ഫുൾ ത്രൂ ഔട്ട് നീ നായകനായി അഭിനയിച്ച പടത്തിനെ പറ്റി പറയാത്തെ? ആദ്യത്തെ പടത്തിന് പറ്റിയിട്ട് ഒരു സോപ്പ് വെട്ടി കഥ, അതാണ് ഹക്കീം ഷാജഹാന്റെ ആദ്യത്തെ. അതിന് കഥയുണ്ട്. അതിന് കഥയ്ക്ക് മുമ്പ് നിന്റെ ഈ ഹക്കീം എന്നുള്ള പേരിന്റെ കഥ പറ. ഓഹോ, ഹക്കീം എന്നുള്ള പേര് പൂപ്പ നിനക്ക് ഇടാൻ പോയ അല്ല വീട്ടുകാര് പറയാം ഇവന്റെ ശരിക്കും ഉണ്ടാവാൻ. എന്റെ ശരിക്കും പേര് ഇതല്ല കേട്ടോ. അല്ല, ഇതെല്ലാം വരണ്ടിയിരുന്നു. അപ്പൊ വാപ്പച്ചൻ്റെ ഒരു ദിവസം പറഞ്ഞു നിന്റെ ശരിക്കും പേര് ഇതല്ലായിരുന്നു ആക്ച്വലി എന്ന് പറഞ്ഞു. ഹക്കീം ഷാ എന്ന് പറഞ്ഞ് പേപ്പറിലൊക്കെ വായിക്കുമ്പോൾ ആർട്ടിക്കിളൊക്കെ വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ നിന്റെ പേര് ഇതൊന്നും അല്ലായിരുന്നു. അപ്പോൾ അവിടെ എന്തായിരുന്നു ശരിക്കും പേരെന്തായിരുന്നു ചോദിക്കുമ്പോഴത്തേക്കും കട്ട് ബാക്ക് ടു എൻ്റെ കുഞ്ഞിക്കാലം. ഞാൻ ഉണ്ടായി ഒരു 3 മാസത്തിൽ പേരിടൽ ചടങ്ങുണ്ടല്ലോ, 40 ദിവസത്തിൽ നിന്ന്. അപ്പോൾ പേരിടൽ ചടങ്ങ് പറഞ്ഞാൽ വാപ്പച്ചി ആ സമയത്ത് ആ സമയത്ത് വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്ന യങ് ആയിട്ടിരിക്കുന്ന ഭയങ്കര അടിച്ചുപൊളി പേരെന്ത് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ വാപ്പച്ചിക്കൊരു പേര് കിട്ടി. വാപ്പച്ചി ആണെങ്കിൽ അപ്പോൾ പേരിടൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക, വീട്ടിൽ മുഴുവൻ ആൾക്കാർ, ചുറ്റിനും ആൾക്കാർ. അപ്പോൾ എൻ്റെ ഉമ്മാടെ വാപ്പായാണ് പേര് വിളിക്കേണ്ടത്, ചെവിയിൽ 3 പ്രാവശ്യം പേര് വിളിക്കണം. അപ്പോൾ ആദ്യമേ പോയി ഈ ഒന്നു എടുക്കുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അപ്പോൾ പുള്ളി പോയി ഒന്നു എടുത്തിട്ട് ഷാജാനെ എന്താ പേര് എന്ന് ചോദിച്ചു. അപ്പോൾ വാപ്പച്ചി വന്നിട്ട് ചെവിയിൽ വന്നിട്ടൊരു പേര് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക, പേരെന്താണ് ഷാജാൻ പറഞ്ഞു കൊടുത്ത പേരെന്താണ്, വിളിക്കാൻ പോണ പേരെന്താണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ പോയി പുറത്ത് പോയി അപ്പോഴാണ് പുള്ളി ഒതു കൊടുത്തിട്ട് വാദപ്പടിയിൽ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് ഇപ്പൊ കൊച്ചങ്ങനെ നടുക്ക് കിടക്കുക. കുഞ്ഞി ഞാൻ എന്റെ പേരെന്താന്ന് അറിയാൻ വേണ്ടി 40 ദിവസം പ്രായമുള്ള ഞാൻ ഉമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നു. ചുറ്റിനും ആൾക്കാർ 10-30 ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. പിൻ ഡ്രോപ്പ് സൈലന്റ്. അപ്പൊ പുള്ളി ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഹക്കീം എന്ന് വിളിച്ചു. അപ്പൊ ബാബുജി ഹക്കീം 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 എന്ന് 3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വാപ്പച്ചിക്ക് ഭയങ്കര ദേഷ്യമായി പോയി. കാരണം പറഞ്ഞു കൊടുത്ത പേരല്ല പുള്ളി പറഞ്ഞത്. അപ്പോൾ വാപ്പ എന്താ ആ പേര് പറഞ്ഞേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല ഈ പേര് ഹക്കീം എന്നുള്ള പേരല്ലേ പറഞ്ഞു. അല്ല അപ്പം ഇനിയൊന്നും ചെയ്യാല്ല ഹക്കീമായി പേര്. അപ്പോൾ വാപ്പച്ചിക്ക് അപ്പോഴും ഫ്രസ്ട്രേഷൻ തീരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു ഈ കഥ പറഞ്ഞിട്ട് ചോദിച്ചു അല്ല വാപ്പ ശരിക്കും ഏത് പേരായിരുന്നു പറഞ്ഞു കൊടുത്തേ ചോദിച്ചു. എനിക്ക് തോന്നുന്നു ഷുക്കൂർ എന്തോ നിങ്ങൾ എന്റെ വാപ്പ ഞാനവിടെ ഷുക്കൂർ ഷാജഹാനായത്. ആ സമയത്ത് എന്തോ ഭയങ്കര ട്രെൻഡി പേരെന്തോ ആയിരുന്നു ആ സമയത്ത്. അയ്യോ ജസ്റ്റ് മിസ്ഡ്. അങ്ങനെ ഹക്കീമായി പോയി. സത്യം പറഞ്ഞത് ഞാനല്ല, ശരിക്കുള്ള ഷുക്കൂർ വേറെ വീഡിയോ ഇനി സോപ്പട്ടി കഥ. അപ്പോ ABCD അഭിനയിച്ച് ഭയങ്കര അടിപൊളിയായി. അന്ന് തുടങ്ങിയ മാർട്ടിൻ പ്രക്കാട്ട് കമ്പനി. മണിച്ചേട്ടൻ ആക്ച്വലി നമുക്ക് ഭയങ്കരമായിട്ട് പോയി മിണ്ടാം. അങ്ങനത്തെ ഒരു നമ്മൾ പേടിച്ച് വിചാരിച്ച് വെക്കുന്ന ഒരാളല്ല. ലൈക്ക് ഒരു ഡയറക്ടർ എന്താടാ പരിപാടി എന്നൊക്കെ ചോദിച്ച് നമ്മളോട് മിണ്ടുന്ന നമുക്ക് മിണ്ടാൻ പറ്റുന്ന ഒരാളാണ്. പെർഫോം വിളിക്കാനൊന്നും പ്രശ്നമില്ല, നമ്മൾ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. അങ്ങനെ ABCD കഴിഞ്ഞിട്ടാണ് ഞാൻ ചാർലിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആവണേ. ഈ ABCD കഴിഞ്ഞ സമയത്ത് ഞാനൊരു ആക്ടറായല്ലോ, ഒരു നടനായല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഓഡിഷൻ വന്നു, ഒരു പുതിയ ഡയറക്ടർ. അപ്പോൾ ഓഡിഷൻ കൊടുത്തു. ഞാൻ നായകൻ, അടിപൊളി അഭിനയിച്ചു. പടം പുറത്തിറങ്ങി. ഒരു സോപ്പട്ടി കഥ എന്നാണ് പടത്തിൻ്റെ പേര്. പടം പുറത്തിറങ്ങി ഏകദേശം എഡിറ്റ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഏകദേശം എൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പതുക്കെ ആ സമയമായപ്പോഴത്തേക്കും ഞാൻ ലഡാക്കിന് മുങ്ങി. ഞാൻ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്കിവിടെ എന്താ നടന്നതെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ടല്ല, പടം ചിലപ്പോൾ ഒരാഴ്ച നിൽക്കൊണ്ടായിരുന്നു. പക്ഷെ എന്റെ പോസ്റ്റേഴ്സ് അവിടെ ഇവിടെ ഉണ്ട്. അതൊരു ഏകദേശം ഒരു മാസം എടുക്കും താഴെ ഇറങ്ങാൻ. അതുകൊണ്ട് മുങ്ങിയത്. ആടുകൾക്ക് വിശപ്പില്ലെങ്കിൽ ചില മതിലൊക്കെ അങ്ങനെ നിൽക്കുന്നത്. ലഡാക്കിൽ നിന്ന് വന്നിട്ട് രാത്രി തോർത്തിട്ട് പോസ്റ്റർ വരച്ചിട്ടാണ് പിറ്റേ ദിവസം ശരിക്കും ഇറങ്ങിയത്. അതെ, അയ്യോ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇപ്പോഴും യൂട്യൂബിലുണ്ട് പാട്ടുകൾ കിടപ്പുണ്ട്. അതിലല്ലേ നമ്മുടെ പട്ടേലർ വന്നത്? അതിനകത്ത് ഞാനുണ്ടായിരുന്നു, KPC ചേച്ചി ഉണ്ടായിരുന്നു, മാമുക്ക ഉണ്ടായിരുന്നു. ഏറ്റവും ബെസ്റ്റ് ഓഡീഷൻ അവന്റെയാണ് കണക്കാക്കേണ്ടതാണ്. ഷൂട്ട് നടക്കുന്നിടത്ത് റഹ്മാൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു എന്റെ ബാച്ചിലുണ്ടായിരുന്നു തന്നെ. അപ്പൊ അവിടെ വന്നിട്ട് ഈ കാസർഗോഡുകാരനാണ്. അവിടുത്തെ ക്രൂവിലാര് ഡയറക്ടറിന്റെ അടുത്ത് തന്നെയാണ് നിങ്ങൾ ഇവിടെ എന്താക്കാന്ന് ചോദിച്ചു. നമ്മള് ഷൂട്ട് ചെയ്യാം, എന്നെയും കൂട്ടുമോ? എന്നാ നീയും കൂടിക്കോ, KPC നടന്നു. അങ്ങനെയാണ് അവര് കയറിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. 2 വർഷം കഴിഞ്ഞ് അപ്പൂപ്പനന്ത ബോയ്സോ റീലോഡ് റോസ്റ്റ് ആരെങ്കിലും എടുത്ത് റോസ്റ്റ് ചെയ്യുന്നു. അല്ലേ, നീ കൊറേ ട്രാവൽ ചെയ്യണ ആളല്ലേ? ചെയ്തിട്ടുണ്ട് കുറെ. അപ്പൊ ഇങ്ങനത്തെ കുറെ പടം ചെയ്തിട്ടുണ്ട്. 3-4 പ്രാവശ്യം ഹോളിഡേ ട്രിപ്പ് ഉണ്ട്. ഓരോ പടം ചെയ്തിട്ട് നൈസായിട്ട് മുങ്ങുന്നത്. ഒരു പ്രാവശ്യം നീയും പടം വീടിനവരെ കൂടി ഒരു ട്രെയിൻ യാത്ര. അങ്ങനെ ഞാൻ പടയല്ല, ഞാൻ രാഗും. അതും കേട്ടില്ലാത്തൊരു കഥയായിരുന്നു. അവിടെ വെള്ളപ്പൊക്കം മേടിച്ച് അല്ല, അങ്ങനല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ബ്രേക്കപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കണേ. അത് വേറൊരു ബ്രേക്കപ്പ്. ജീവിതത്തിൽ നമുക്ക് പല പല ബ്രേക്കപ്പുകൾ ഉണ്ടാവല്ലോ. അപ്പൊ മനസ്സിൽ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഒന്നും ആയിട്ടില്ല. അപ്പോഴാണ് നമുക്ക് റിയാലിറ്റി ഹിറ്റ് ചെയ്യണേ. അതുവരെ ഒരു മറ്റേ മായാലോകമാണല്ലോ പ്രണയം, ജീവിതം. ഇവിടെ ജീവിക്കാൻ എന്തിനാണ് പണം? ഭൂമിയിൽ ആകെ ജീവിക്കാൻ പണം സമ്പാദിക്കേണ്ടി വരുന്ന മനുഷ്യൻ മാത്രമാണുള്ളൂ എന്നുള്ളൊരു തോന്നലും. പിന്നെ എന്റെ പട്ടി വന്നിട്ട് എന്റെ അടുത്ത് ചേട്ടാ 2000 ചേഞ്ച് ഉണ്ടോ മയില് പട്ടിയുടെ റിയാലിറ്റി. അങ്ങനെ പിന്നെ നമ്മുടെ വിഷമം ഭയങ്കര വലിയ കാര്യമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ലൈക്ക് ഇത്രയും വലിയ ഭൂമിയിൽ, ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ, ഇത്രയും വലിയ സൗരയൂഥത്തിൽ, ഇത്രയും വലിയ ഗാലക്സിയിൽ ഒരു കടുകും മണി മാത്രമാണ് ഞാൻ. അപ്പോൾ എന്തിനും പണിയെടുക്കുന്നു, അങ്ങനെ ഒരു തോന്നലുണ്ടല്ലോ. വി ആർ നത്തിങ്. ഈഗോ ഒക്കെ അവിടെ പൊളിയല്ലോ.
അങ്ങനെ ഒരു മൊമെന്റിലിരിക്കുന്ന സമയത്ത് റിയാലിറ്റി ഹിറ്റ് ചെയ്ത് ജീവിതത്തിലൊന്നും ആവാതെ ഊമ്പി കുത്തിയിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ എങ്ങോട്ടേലും അപ്പം ഞാനും രാഗം എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഒരു സ്ട്രീറ്റ് പ്ലേ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയറി. അപ്പോൾ സൗത്തിൻ്റെ ആ വഴി കയറി ഞങ്ങൾ നിസാമുദ്ദീൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി ഒന്ന് വർത്താനം പറയാം. കാരണം ആ വണ്ടി അവിടെ കിടക്കുക. ഞങ്ങൾ വർത്താനം പറയുമ്പോൾ തൊട്ടേ ആ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, ഒരു രാവിലെ തൊട്ടേ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ച് പതുക്കെ അവിടെ കയറി ബോഗിയിൽ കിടന്ന് വർത്താനായി. ലൈക്ക് കിടന്ന് വർത്താനം പറഞ്ഞു തുടങ്ങി, പതുക്കെ വണ്ടിട്ടും മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ രാഗും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി, എന്നാ പിന്നെ ഇതെങ്ങോടെ പോണ, ഇത് ഏതാ വണ്ടി എന്ന് മനസ്സിലായില്ല. അപ്പോൾ ഒരാൾ ഓടി കയറിയപ്പോൾ അയാൾ ചോദിച്ചപ്പോൾ ഇത് നിസാമുദ്ദീനാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ പോകുന്നിടം പോട്ടെ, കാരണം ഒന്നും ചെയ്യാനില്ല ജീവിതത്തിൽ. പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സ്, എൻ്റെ ഫോണ് എല്ലാം ഈ പുറത്ത് ഞങ്ങളുടെ ഓടിച്ചു വന്ന ആക്റ്റീവയുടെ അകത്തെ സീറ്റിനകത്ത് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കയറിയിരിക്കണേ. അപ്പോൾ പോയി തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ ഇതൊരു തെണ്ടിയുള്ളൊരു യാത്രയാവാം, അത് ഞങ്ങളിങ്ങനെ ദണ്ഡി യാത്രയായിട്ട് ഞങ്ങൾ സ്വയം പ്രഖ്യാപിച്ച് ഞങ്ങൾ നേരെ തൃശ്ശൂർ ഇറങ്ങി. ഒരു പുള്ളിയോട് പറഞ്ഞു ഞങ്ങൾ നേരെ നേപ്പാളിന് പോവാണ്, എന്തെങ്കിലും ഭക്ഷണം കിട്ടിയായിരുന്നെങ്കിൽ. അപ്പോൾ പൈസയൊന്നുമില്ല, കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, ഇവന്മാർക്ക് അത്യാവശ്യം മാന്യമായ ലുക്കൊക്കെയാണ്, പൈസയൊന്നുമില്ല കയ്യിൽ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇങ്ങനെ പോകാനാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ക്യാൻറ്റീനിൽ ദോശ ഇത് കൊടുത്തു വിടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ദോശയും കറിയൊക്കെ കിട്ടി. അവിടെ നിന്ന് പിന്നെ യാത്ര തുടങ്ങി. പോയി എവിടം വരെ പോയെന്ന് അറിയില്ല. വിജയവാഡയൊക്കെ എത്തിയപ്പോഴത്തേക്കും മഴ തുടങ്ങി കേട്ടോ. ഞങ്ങൾ കയറിയപ്പോഴേ മഴ തുടങ്ങി. ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും എല്ലാ ട്രെയിനും ഡിലേ, ഒരു ദിവസമൊക്കെ ഡിലേ, അങ്ങോട്ടും വണ്ടി പോകുന്നില്ല, ഓൾ ഇന്ത്യ മഴ. അങ്ങനെ ഞങ്ങൾ അടുത്ത ട്രെയിൻ മാറി കയറി. ഞങ്ങൾ നേരെ മറ്റേ ഈ സൈഡ് പറ്റി ഞങ്ങൾ നേരെ കൊൽക്കട്ടയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. കൊൽക്കട്ടയിൽ നിന്ന് നേപ്പാൾ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏകദേശം കൊൽക്കട്ടയ്ക്ക് എത്താറായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഏത് കമ്പാർട്ട്മെൻറ്റിൽ കയറിയാലും TTR വരും, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി അപ്പുറം സൈഡിൽ പോകും, അവിടെ TTR വരുന്ന കാണുമ്പോഴത്തേക്ക് ഇവിടെ ഇറങ്ങും. അങ്ങനെ അവസാനം ഞങ്ങൾ വഴി കണ്ടുപിടിച്ചു. അവിടെ ഒരു വികലാംഗർക്കൊരു ബോഗിയുണ്ട്, ഏറ്റവും ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഏറ്റവും ബാക്കിൽ. അവിടെ ആൾ കയറില്ല, അവിടെ വികലാംഗരെ മാത്രമേ കയറ്റുള്ളൂ. അപ്പോൾ രാഗം എന്ന് ചോദിച്ചിട്ട് രാഗം ഞൊണ്ടി അപ്പോൾ ഞൊണ്ടി പോയതുകൊണ്ട് മാത്രം അവർ ഡോറ് തുറന്നു തന്നു. ഇല്ല അകത്ത് നോക്കിയിട്ട് എന്തെങ്കിലും വികലാംഗരാണെങ്കിൽ മാത്രമേ അകത്ത് കയറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടും അകത്ത് കയറിയപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ നോക്കുമ്പോൾ ഒരു അയ്യോ എൻ്റെ കാലം ശരിയായി. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. ഞങ്ങൾ എന്ത് ചെയ്യാം, ജീവിതത്തിൽ എന്ത് ചെയ്യാന്നുള്ള ഇപ്പോഴൊരു തീരുമാനമായിട്ടില്ല കേട്ടോ. 3 ദിവസം യാത്ര തുടങ്ങിയിട്ട്. അങ്ങനെ കൊൽക്കട്ടയിൽ പോയി നമുക്ക് സ്ട്രീറ്റ് പ്ലേ ചെയ്ത് ജീവിക്കാം അങ്ങനെ ഞങ്ങൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഭാഷ വേണമെന്നില്ല, നമ്മൾ നമ്മുടെ അഭിനയം കൊണ്ട് സ്ട്രീറ്റിൽ പ്ലേ ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്നുള്ള എന്തെങ്കിലും ലൈഫ് എക്സ്പീരിയൻസ് ആവുന്ന ഞങ്ങൾ പ്ലേ ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് ചെയ്യുക. അപ്പോൾ ഒരു സന്യാസി ഇവിടെ ഇരിപ്പുണ്ട്. സന്യാസി ഇരിക്കുന്നു, സന്യാസിയുടെ ചുറ്റും കുറെ വികലാംഗർ ഇരിക്കുന്നു. സന്യാസിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, പുള്ളി അടവ് വിളിച്ചാൽ അകത്ത് കയറിയേക്കുന്നത്. സന്യാസി ആദ്യം ഭയങ്കര ശാന്തമായിട്ട് അങ്ങനെ പുള്ളി ഭയങ്കരമായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കിയൊന്ന് മാറിയെന്ന് പുള്ളിന് ഊക്കുണ്ട്. പുള്ളി കുഴപ്പമൊന്നുമില്ല, പുള്ളി നമ്മളെപ്പോലെ അടവ് കളിച്ച് കയറിയേക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അവിടെ നിന്ന് എണീറ്റ് ഞങ്ങളുടെ അടുത്തേക്ക് ഭയങ്കര രസമുള്ള താടിയൊക്കെ വളർത്തിയൊരു പുള്ളി. എവിടെ നിന്നാണ് ജോണിനെ പോലൊക്കെ ഇരിക്കുന്നതാണ്. അപ്പൊ എവിടെ നിന്നാണെന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങൾ ഞെട്ടിപ്പോയി, കാരണം ഞങ്ങൾ ഇത്ര നേരം പുള്ളിനെ പച്ചയ്ക്ക് ബുക്ക് വരുന്നുണ്ട്, പുള്ളി അത് കേട്ടിട്ടാ വരണത്. വികലാംഗരുടെ പോകി ചെറിയ പോകിയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് എന്താ പ്രാന്താണോ, നിന്നെ പോലെ ഞാനൊരു 35 വർഷം മുന്നേ നാട് വിട്ടതാ, ഇതുവരെ വീട്ടിൽ കയറാൻ പറ്റില്ല, എൻ്റെ ജീവിതം കണ്ടില്ലേ, മുടിഞ്ഞ് തൊലഞ്ഞു കൂടാൻ മര്യാദ വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി പച്ചയ്ക്ക് മുഖത്ത് നോക്കി ഞങ്ങളെ കാര്യം പറഞ്ഞപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചു ശരിയാണ് പുള്ളി പറയുന്നത്. അപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഗോദാവരിയൊക്കെ കഴിഞ്ഞ് കുറേ പോയി. ഏതൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, ഇവിടെ ഇറങ്ങുക, അടുത്ത ട്രെയിൻ വരും, വിട്ടോളം പറഞ്ഞു. ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും. ഞാൻ അവിടുത്തെ ഒരു അമ്പലത്തിൽ പ്രീസ്റ്റായിട്ട് ജോലിയാണ്. എൻ്റെ കരിയർ സെറ്റാ. പക്ഷേ ഞങ്ങൾ നേപ്പാൾ കയറുമെന്ന് പറഞ്ഞു. എടാ കോപ്പന്മാരെ, ഈ ഓരോ ദിവസവും ഓരോ ബസ് വെച്ച് മറയുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ വിചാരിക്കും പോലെ ഇന്ത്യൻസിനെ തീരെ പുച്ഛമാണ്. കാരണം ഇവിടെ നിന്ന് കയറിപ്പോയി അവിടെ എല്ലാം കുളമാക്കി വെച്ചേക്കാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ തെണ്ടി ജീവിതമൊന്നും ഇന്ത്യ നടക്കും പോലെ നേപ്പാളിൽ നടക്കൂല എന്ന് പറഞ്ഞ് പുള്ളി ഒരുപാട് കറങ്ങിയ ആളാണെന്ന് ലൈഫൊക്കെ പറഞ്ഞ് ഞങ്ങൾ മലയാളി ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ കേട്ട് നിന്ന് ഞങ്ങളെ മുഖത്ത് നോക്കി തെറി വിളിച്ച് പുള്ളി ഇറക്കി വിട്ട്. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരുന്ന എല്ലാ ട്രെയിനും ഡിലേയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിജയവാഡ എന്തോ ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ചെന്നൈക്കുള്ള ട്രെയിൻ പിടിച്ച് ചെന്നൈയിൽ നിന്നാണ് ഞങ്ങൾ കേരളത്തിൽ വരുന്നത്. അപ്പോഴും മഴ, ചെന്നൈയിൽ മാത്രമായിട്ടോ മഴയില്ലാത്തുള്ളൂ. ഇവിടുത്തെ മഴ ലാസ്റ്റ് ഞങ്ങൾ ആലുവ പാലം ക്രോസ് ചെയ്യുമ്പോൾ ആ പാലം അടച്ചു. അന്നാണ് ഫസ്റ്റ് പ്രളയം. 2018
18 സമയത്ത് ഫസ്റ്റ് പ്രളയം. പിന്നെ അപ്പോൾ ഞങ്ങൾ ജീവിതം മൂഡും പെർസ്പെക്റ്റീവ് ഒക്കെ മാറിയല്ലോ. പിന്നെ ഞങ്ങൾ രക്ഷിക്കാൻ തുടങ്ങി. ഇപ്പോഴും റോയിറ്റേഴ്സിൽ രാഗിൻ്റെ ഫോട്ടോ 2018 രാഗിൻ്റെ ഫോട്ടോ ഉണ്ട്, വെള്ളത്തിൽ പൊക്കി പിടിച്ച്. ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിൻ്റെ അടിയിൽ എൻ്റെ തോള ചവിട്ടി വന്ന് നിൽക്കണേ, ഫോട്ടോ വന്ന് രക്ഷിക്കാൻ പോയതാ. കുറെ കാലം അഭിനയം ഫ്രെയിമിൽ എങ്ങനെ പറഞ്ഞെങ്കിൽ അറ്റ്ലീസ്റ്റ് പഠിക്കണം. അയ്യോ അങ്ങനെ ഫസ്റ്റ് പടം ABCD. അതെ അതെ അത് ആക്ട് ലാബിൽ നിന്ന് അങ്ങനെ കോണ്ടാക്ട് അതെ 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 ആക്ട് ലാബിൽ അന്ന് തൃശ്ശൂർ 10 ദിവസത്തെ ക്യാമ്പുകളായിരുന്നു. ഞങ്ങൾ അഭിനയിക്കാൻ താല്പര്യമുള്ള എല്ലാവരും വരും, ഒരു 10ഓളം ആൾക്കാർ വരും. സജീവ് സാറ് ക്ലാസ് എടുക്കും. അവിടെ ചെറിയ സൂര്യ ചെയ്യുന്നുണ്ടായിരുന്നു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഗസ്റ്റ് ഫാക്കൽറ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും ടൈം അനുസരിച്ച് നമ്മളൊരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യും, ആക്ടിങ് പരിപാടിയൊക്കെ. അപ്പോൾ ആ സമയത്ത് ഏകദേശം കാസ്റ്റിംഗ് കഴിഞ്ഞതായിരുന്നു ഞങ്ങളുടെ പോർഷൻ അഭിനയിക്കേണ്ടത്. അപ്പോൾ മാട്ടിച്ചേട്ടനെ ഒന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഏകദേശം 4-5 പേര് അതിനകത്ത് ഉണ്ട് ആക്ട് ലാബിൽ നിന്ന് തന്നെ. ഞാനുണ്ട്, നിരഞ്ജുണ്ട്, കണ്ണനുണ്ട്, അങ്ങനെ ബീച്ചേട്ടനുണ്ട്, ബിജുസി, ഒരുപാട് പേരുണ്ട്. അങ്ങനെ അതാണ് ഫസ്റ്റ് പരിപാടി, ജീവിതത്തിൽ ആദ്യ സിനിമ. പിന്നെ ഇത് ഒഴിവാക്കിയപ്പോ തന്നെ എനിക്ക് ട്രാക്കിലായിരുന്നു. എന്റെ പോലെ കൊറേ പേരുണ്ട്, ഇത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. നിലവിലെ ഏതൊക്കെ ഇപ്പം കറണ്ട് റിലീസ് ഏതൊക്കെയാ കഴിഞ്ഞ വീക്ക്? കറണ്ട് റിലീസ് ഇപ്പോൾ കഥയുന്നവരെ കഴിഞ്ഞ ആഴ്ച റിലീസായി. പിന്നെ ഒരു കട്ടിൽ ഒരു മുറി അത് റിലീസാകാൻ പോണു October 4. പിന്നെ ബസൂക്കലുണ്ട്. ബസൂക്കല് പരിപാടി എന്താന്ന് പറയാൻ പറ്റില്ല, പക്ഷെ രസമുള്ളൊരു ക്യാരക്ടറാണ്. ബസൂക്കിലുണ്ടെന്നുള്ള പറയുന്നതിന് കുഴപ്പമില്ല. ഇല്ല. ചാർലിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇഞ്ചുറി ഞങ്ങൾക്ക് തരുമോ? ഏതാ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇഞ്ചുറി ഞങ്ങൾക്ക് തരുമോ? ഏത് ഇഞ്ചുറി? അതൊരു മമ്മൂക്കയുടെ കൂടെ ഒരു സീൻ ചെയ്ത് അല്ലല്ല, അതിനകത്ത് ഒരു നീയുള്ള ചാർലിയിൽ ദുൽഖറിന്റെ പടത്തിൽ മറ്റവനെ സജസ്റ്റ് ചെയ്യുന്ന ചെക്കന്റെ പടം വെച്ച് കളിക്കണ. അങ്ങനെ അല്ല, പടം ഷൂട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ആണല്ലോ ബേസിക്കലി ഫൈറ്റും ചേസും പരിപാടികളൊക്കെ എടുക്കുക. അപ്പോൾ ഒരു 650 CBR ഉണ്ടായിരുന്നു എനിക്ക് അതിനകത്ത്. അപ്പോൾ ആ വണ്ടി ഇങ്ങനെ ചേസ് ചെയ്ത് ഞങ്ങൾ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ചേസിങ് പരിപാടിയൊക്കെയാണ് എടുക്കുന്നത്. അങ്ങനെ ഒരു ടേക്ക് കൂടെ പോകാം എന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ 12 മണി രാത്രി 12 മണിക്ക് ICUലാണ് എണീക്കണേ. ഇതിങ്ങനെ ഇവിടെ വന്നു. അത് നമ്മൾ റിയാലിറ്റി ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആവും. ഞാൻ ഇത്രയും ദിവസം കണ്ടത് സ്വപ്നമാണോ, അതോ ഇതാണോ ഒറിജിനൽ, അതോ ഇത് സ്വപ്നമാണോ, എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നേരെ വന്ന് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് പൊങ്ങിപ്പോയി, ഭയങ്കര പവറാണ്. അപ്പോൾ ഫ്രണ്ട് പൊങ്ങി നേരെ ഡിവൈഡറിൽ പോയി കയറി, വണ്ടി തകർന്നു, എൻ്റെ തല പോയി അടിച്ച്, ബ്രെയിൻ കൺകഷൻ ഉണ്ടായി, ചെറിയ എന്തോ ബ്ലീഡിങ്, അങ്ങനെ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായി. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉണ്ടാകും. അപ്പോൾ ഓടി വന്നതിന് എടുത്ത ആൾക്കാർ ഹക്കിം ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഓക്കെ എനിക്കിത് ആരും അറിയില്ല, ഒരു മനുഷ്യനെ എനിക്ക് അറിയാൻ പറ്റണില്ല. അപ്പോൾ ഒരാളെ മാത്രം അറിയാം, അതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, സുഹൃത്ത് മാത്രം എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്താ പറ്റിയത്? നിനക്ക് കുഴപ്പമൊന്നുമില്ല? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കെന്താ കുഴപ്പം? കാരണം ഒന്നുമില്ല, വിസിബിൾ ഇഞ്ചുറി ഒന്നുമില്ല, ഇവിടെ അല്ലേ അടി കിട്ടിയേക്കണേ, ഇവിടെ മാത്രമേ പാടുള്ളൂ. അങ്ങനെ അപ്പോൾ എടാ ഇത് ഷൂട്ടിനിടയ്ക്ക് എന്തോ പറ്റി? ഷൂട്ടിനിടയ്ക്ക് നീ ഇപ്പോൾ ആക്സിഡൻ്റ് ആയി. ഞാനോ? ഏതാ പടം? ബസൂക്ക ഏതാ പടം? മമ്മൂട്ടിയുടെ? അയ്യോ, മമ്മൂട്ടിയുടെ പടത്തിൽ ഞാനെന്ന് പറഞ്ഞ് വീണ്ടും ബോധം പോയി. അങ്ങനെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. പിന്നെ എന്നെ എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തി. ഹോസ്പിറ്റലിൽ അവർ വന്നു, കാര്യങ്ങൾ ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും പ്രശ്നമില്ല, അത്ര ബ്ലീഡിങ് ഇല്ല. ഒബ്സർവേഷനിലിട്ടു. അങ്ങനെ ഏകദേശം ബോധം വന്നപ്പോൾ 4-5 മണിക്കൂർ കഴിഞ്ഞു എനിക്ക് എൻ്റെ റിയാലിറ്റി എനിക്ക് മനസ്സിലായപ്പോൾ എന്താ സംഭവിച്ചെന്ന്. അപ്പോൾ നമുക്ക് ചുറ്റിനും ആൾക്കാർ, എൻ്റെ ക്രൂ കാസ്റ്റ് എല്ലാവരും ഇവിടെ ഉണ്ട്. പേടിച്ചു പോയി, പേരൻസ് പേടിച്ചു പോയി, എല്ലാവരും പേടിച്ചു പോയി, ഞാൻ പേടിച്ചു പോയി. കാരണം എനിക്ക് ബോധമില്ലല്ലോ. 4-5 മണിക്കൂർ കഴിഞ്ഞു പോയി ജീവിതത്തിൽ ഒന്നും അറിയാതെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രപഞ്ചത്തിൽ ചെറിയൊരു പിന്നെ പിന്നെ വീണ്ടും പെട്ടെന്ന് നമ്മൾ മറ്റേ പെർസ്പെക്റ്റീവ് എടുക്കും. ഇതൊക്കെ ചെറുത്, നമ്മൾ ഒരു കടുകുമണി മാത്രമുള്ള നടുവിലെ കൊഞ്ചം പക്കത്തേക്കാണോ സീൻ, പെട്ടെന്ന് ഒരു ചെറിയ ഇതില് കുറെ സാധനം പെട്ടെന്ന് പോകത്തില്ല. അതെ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല.
ചാർലിയിലെ നിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ നീ എത്ര പടം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഒരു പടം അസിസ്റ്റ് അത് മാത്രമേ ചെയ്തുള്ളൂ. അല്ല, പിന്നെ മാഡിച്ചാറിന്റെ കൂടെ ചെറിയ ചെറിയ ആഡ്സിലൊക്കെ അസിസ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നായാട്ടൊന്നും ചെയ്തപ്പോ മാർട്ടിൻ ചേട്ടൻ വിളിച്ചില്ലേ? നായാട്ടില് ഞാൻ കാസ്റ്റിംഗ് പരിപാടിക്ക് ഞാനും എന്റെ സുഹൃത്ത് രാഹുലും ഒക്കെ കാസ്റ്റിംഗ് പരിപാടിയെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നായാട്ടിൽ ഞാനുണ്ടല്ലോ ഇത് ഓടിക്കുന്നവനെ വണ്ടി ഓടിക്കുന്നത്. ശരിയാണല്ലോ, വണ്ടി കൊണ്ട് രക്ഷിക്കാൻ പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് അതിൽ കണ്ടില്ല, വിളിച്ചെടുത്ത് അപമാനിക്കണം. അങ്ങനെ വിചാരിക്കാം. അല്ല, എപ്പോ വേണമെങ്കിലും കേറായിരുന്നു. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ആക്ടിങ് ആയതുകൊണ്ട്, കാരണം ചാർലി കഴിഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ എനിക്ക് ഡയറക്ടർ ആവണമെന്നായി. അപ്പൊ വീണ്ടും ചെറിയ അപ്പൊ അതിന്റെ പുറകെ പോകും. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ, വെടികൊള്ളാതെ. ഭാഗ്യം മറ്റേ പിള്ളേ കൊണ്ട് സ്വാമിയാവണം തോന്നല്ലേ, ഇല്ലെങ്കിൽ നേപ്പാളില് സ്വാമിയായിട്ടിരുന്നേ. അങ്ങനെ ഡയറക്ടർ ആവണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ സജീവ് സാർ പറഞ്ഞു ഒരു പ്ലേയും കൂടെ നീ അങ്ങ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് നീ തീരുമാനിക്കും. പ്ലേ ചെയ്തപ്പോൾ പിന്നെ ആക്ടർ തന്നെ മതി. അങ്ങനെ എനിക്ക് പക്ഷേ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന കടസിയിലെ ബിരിയാണി, അതാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. ഈവൻ എനിക്ക് പ്രണയവിലാസത്തിന്റെ മുകളിലാണ് കടസിലെ ബിരിയാണിയുടെ പെർഫോമൻസ്. കടസിലെ ബിരിയാണി ഇതുപോലെ ആ സമയത്ത് ഞാനൊരു പ്ലേ ചെയ്തിട്ടുണ്ടായി. ഈ ചാർലി കഴിഞ്ഞിട്ട് ചെയ്ത പ്ലേ ഒരെണ്ണം ചെയ്യാൻ സാറ് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേ നമ്മൾ തന്നെ സെറ്റപ്പ് ചെയ്ത് അതിൻ്റെ എനിക്ക് ആ ഇൻസോംനിയുള്ളൊരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു സൈക്കോ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ഉറക്കമില്ലാതെ അങ്ങനെ നടക്കുന്നൊരു പരിപാടി. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ പ്ലേ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി. ഷൂട്ട് ചെയ്തപ്പോൾ ഈ കടസിലെ ബിരിയാണി ടീം വന്ന് ഓരോരുത്തരുടെ പെർഫോമൻസ് കണ്ട് അവർക്ക് ഒരാളെ വേണമായിരുന്നു. അപ്പോൾ എൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടറാണ് വേണ്ടത്, അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെ ഭാഗ്യത്തിനത് കിട്ടി. വിളിച്ചോ? പുള്ളി ഒരു നമ്പർ കൊടുത്തത് ലൊക്കേഷൻ കണ്ടേ? ഒറ്റ സീനല്ലോ അങ്ങനെ സംഭവിച്ചല്ല. ഞങ്ങൾ പടം ഷൂട്ട് ചെയ്യുന്നത് 8 വർഷം മുന്നേ എന്താ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ കോവിഡ് ലോക്ക്ഡൌൺ വന്ന സമയത്ത് പുള്ളി പടം കണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ പോർഷൻ നമ്മൾ പിന്നെ ഷൂട്ട് ചെയ്ത് പിന്നെ വന്ന 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. പുള്ളി ഭയങ്കര മനുഷ്യനാട്ടോ. പുള്ളി എൻ്റെ പെർഫോമൻസ് കൊണ്ട് എന്നെ വിളിച്ച് ഒരു 15 മിനിറ്റോളം നിർത്താതെ പ്രൈസ് ചെയ്ത്. അങ്ങനെ അത് സീൻ ബൈ സീൻ ഷോട്ട് ബൈ ഷോട്ട് പുള്ളി പറഞ്ഞു അതങ്ങനെ ചെയ്തപ്പോൾ നോട്ടം അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ആ ക്യാരക്ടറിനുണ്ടാകുന്ന വ്യത്യാസം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആ സമയത്ത് എന്താ പറയണ്ടേ, ഞാനിങ്ങനെ താങ്ക് യു സാർ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഈ താങ്ക് യു മാത്രമേ പറയുന്നുള്ളൂ. അത് വന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കിനും എന്തെങ്കിലും ഉണ്ടെ വിളിക്കട്ടോ വെച്ച അതൊക്കെ ശരി. സാറിന് മറ്റേ പടത്തിലെ സാധനം അതത്ര കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇടയ്ക്ക് ഇപ്പോൾ കോണ്ടാക്റ്റിലുണ്ട്. നല്ല ഭയങ്കര മനുഷ്യൻ. ഞാനത് കഴിഞ്ഞിട്ട് ഒരു 3 തമിഴ് കഴിഞ്ഞു റിലീസ് ആവാൻ പോവാ. ഒരു ഹിന്ദി ഉണ്ട്, ഒരു 3 തമിഴുണ്ട്, തെലുങ്ക് കോള് വന്നു. പക്ഷേ തെറി പറയാൻ വിളിച്ചതാണോ അഭിനയിക്കാൻ വിളിച്ചാണോ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ല, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് വേറൊരു പടം ചെയ്യുമായിരുന്നു സമയത്ത്. അതെ അതെ. അല്ല, തെലുങ്ക് ആക്ച്വലി ചെയ്തേനെ. പക്ഷേ ഈ തമിഴ് പോലെ ഹിന്ദി പോലെ അത്ര കംഫർട്ടബിൾ അല്ല തെലുങ്ക്. അപ്പോൾ പെട്ടെന്ന് വിളി വരുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഒരു എസ്കേപ്പിസം പരിപാടി അവിടെ ഇടുന്നു. എനിക്ക് വേറെ വർക്ക് ഉണ്ടെന്ന് പറയും. പക്ഷേ വീണ്ടും ഇരുന്ന് ആലോചിക്കുമ്പോൾ വേണേൽ ചെയ്യാമായിരുന്നു. പറഞ്ഞ ഡേറ്റ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ആ പടം ഈ പടമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അപ്പോഴും എന്തിനീ പടം നമ്മൾ മാറ്റി തള്ളി അതൊക്കെ അത്ര കഷ്ടപ്പെടണമെന്നുള്ളൊരു തോന്നല്. ഈ കളയണമെന്ന് പുള്ളിക്ക് കൊടുത്തൂടെ? ഞാൻ എടുക്കില്ലല്ലോടാ, സ്ക്രിപ്റ്റ് വായിക്കില്ലേ? വായിക്കാനും അറിയില്ല, നിങ്ങൾക്ക് തെലുങ്ക് അറിയില്ല. മലയാളം ഞാൻ വായിച്ചൊരു വേറെ സമയം എടുക്കും. അല്ല, നീ ഇതിലത്തെ ചാർലിയിൽ നീ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു ഞാൻ പലയിടത്തുനിന്നായിട്ട് കേട്ടിട്ടുണ്ട്. അല്ല, നീ അവിടെ ആക്ട് ചെയ്യായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അല്ലല്ല, ഇത് എനിക്ക് ABCD അഭിനയിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ടെക്നിക്കൽ ആക്ടിങ് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. മറ്റേ നമ്മൾ ഈ പ്ലേ ചെയ്യുമ്പോഴല്ലോ നമ്മൾ ഭയങ്കര ടെക്നിക്കലാണല്ലോ. ചിലപ്പോൾ ഒരു എൻ്റയർ സീനൊക്കെ എടുക്കുന്നത് ചിലപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതേ ഇമോഷണൽ കണ്ടിന്യൂറ്റി പിടിച്ച് ചിലപ്പോൾ ബിഫോർ ആയിരിക്കും എടുക്കുക, ചിലപ്പോൾ ആഫ്റ്റർ ആയിരിക്കും എടുക്കുക. അത്
എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു ഇത് എങ്ങനെയത് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് പുറകെ നിന്ന് പഠിക്കുക എന്നുള്ളത് അതിന് പിന്നെ വഴിയുള്ളൂ. അങ്ങനെയാണ് ചാർലി കയറിയത്. ചാർലി കയറി കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ അടിപൊളി മറ്റേ ഒരു ഉത്സവം മൂടല്ലേ, എപ്പോഴും തിരക്കും പരിപാടിയും. ആദ്യം ഭയങ്കര പകപ്പായിരുന്നു, കയറി കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്. എനിക്ക് ക്ലാപ്പ് റിപ്പോർട്ടിംഗ് ആയിരുന്നു. അപ്പോൾ ക്ലാപ്പ് റിപ്പോർട്ടിംഗ് മര്യാദയ്ക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ ചെറുതായിട്ട് കോസ്റ്റ്യൂം പരിപാടികളൊക്കെ ആൾക്കാരുണ്ട്, കോസ്റ്റ്യൂം ചെയ്യുന്ന ആളുണ്ട് എല്ലാം. പക്ഷേ എനിക്കത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്ത് നടക്കുന്നത് ഓൾ ഇൻ ഓൾ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഡൂപ്പിട്ട് തുടങ്ങി, ഡൂപ്പായി. അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് ആ സ്കൂട്ടർ ഓടിക്കുന്നത്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കി അറിയാം, പല സ്ഥലത്തും പാസിംഗിൽ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തിന് ആ സ്വിമ്മിംഗ് പൂളിൽ ചാടിയ നായികയുടെ ചെയ്തിട്ടുണ്ട്. അല്ല അത് ഇട്ടില്ല, അല്ല അത് പിന്നല്ലേ, അത് അബയ്യാണ്. അങ്ങനെ ഡയറക്ഷൻ പ്ലാൻ ഇപ്പോഴും ഉണ്ടോ മനസ്സിലതോ? തീർച്ചയായും ഉണ്ട്. അപ്പോഴെങ്കിലും ജോണിന് ഒരു വേഷം കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പുള്ളി മരിച്ചിട്ട് വല്ലതും തുടങ്ങാതെ ചോദിക്കും, അല്ലെങ്കിൽ ചോദിക്കും. ചോദിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ. അങ്ങനെ അപ്പൊ വേറെന്തെങ്കിലും ഒരു കരിയർ തള്ളി വെച്ച് കൊടുക്കണം ആ സമയം. നീ സ്റ്റാൻഡപ്പ് ചെയ്യണ്ട, ഇതായിരിക്കും നിനക്ക് അത് ഇതൊന്നുമല്ല നിനക്ക് സെയിൽസിൽ നല്ലത്. 4 കുപ്പി മയിലെണ്ണ വന്നിട്ട് പൊളിക്കും നീ. അല്ല ചാർലിയില് നീ മാർട്ടിൻ പ്രക്കാട്ടിനെ പറ്റിച്ചോണ്ടിരിക്കായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. നീ തന്നെ പറഞ്ഞാണ്. ആള് വരുമ്പോ അവസാനം ഒരു ദിവസം കണ്ട് നീ വരുമ്പോള്ള പെർഫോമൻസ് മാത്രമുള്ളൂ എന്നുള്ളത്. നീ വെറും ഒരു പണിക്കള്ളനാണല്ലേ. ഇല്ലില്ല, പണി നല്ല രസമായിരുന്നു. പണിയൊക്കെ നിനക്ക് നല്ല രസമായിരുന്നു, അവർക്ക് അത്ര രസമായിരുന്നില്ല എന്നാ പറഞ്ഞത്. അല്ല എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 പേര് ഓടും. ആ ഫ്രെയിമിൽ ഒരു പൂ കൊണ്ട് വെച്ചെന്ന് പറയുമ്പോൾ 5 പേര് പൂ എടുക്കാൻ ഓടും. അപ്പം ആദ്യം ഓടണം ഞാനായിരിക്കും. ഇങ്ങനെ കാണിക്കുള്ളൂ, ഞാൻ ആദ്യം ഓടിപ്പോയി ആദ്യം ഓടണം ഞാനായിരിക്കും. കാരണം നമുക്ക് മനസ്സിലായി ആരാണ് പൂ എടുക്കേണ്ടതെന്ന് മനസ്സിലായി. പക്ഷെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. നീ എന്തിനാ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കില്ലേ, പൂ എടുക്കാൻ വേണ്ടി നീ ഇവിടെ നിൽക്കുന്നത്. അപ്പം ഞാനും ഓടും. ഞാനും എടുക്കണമെങ്കിൽ അവിടെ മാറി നിന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഓക്കെ പോകുന്നു. അങ്ങനെ ലൈക്ക് മറ്റേ എല്ലാത്തിനും കൂടെ പിടിക്കും പോലെ കാണിക്കുന്ന പരിപാടി. അവസാനം ഓടിപ്പോയിട്ട് ഇത് വെച്ചോ, ഞാൻ ഇത്ര കഥച്ചിട്ടില്ല, കുറച്ചിട്ട് അല്ല നല്ല നല്ല തമാശ പറയണതാ. പക്ഷെ പണി നല്ല പണിയായിരുന്നു. പണി ഉണ്ട്, നമ്മൾ വിചാരിക്കും പോലെ ചെറിയ പരിപാടിയല്ല. അല്ല നീ പ്രണയവിലാസത്തിന്റെ ക്യാരക്ടറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനെ പറ്റി പറ. പ്രണയവിലാസം നീ സീരിയസ് ആയിട്ട് ചോദിച്ചാണോ? സീരിയസ് ആയിട്ട് ചോദിച്ചാ ജോൺ ചോദിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു സംശയം, ഇതിനെ ഊക്കാൻ വേണ്ടി ചോദിക്കണാണോ അല്ലാതെ എനിക്ക് മനസ്സിലാവണല്ലോ. അതുകൊണ്ട് അല്ല സീരിയസ് ആയിട്ട് ചോദിച്ചാ. അല്ല പ്രണയവിലാസം ഭയങ്കര എനിക്കും നമുക്കൊരു ആക്ടറിനെ നമ്മളിങ്ങനെ നമുക്ക് നേരത്തെ പരിചയമില്ലെന്ന് വെച്ചാൽ ഞാനിതുപോലെ സാധാരണ പ്രേക്ഷകനാണല്ലോ. നമ്മളിങ്ങനെ കണ്ട് വരുമ്പോൾ ഒരു പോയിന്റിൽ നമ്മളിങ്ങനെ പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഒരാളെ ഇഷ്ടപ്പെട്ട് തുടങ്ങണ ഒരു പ്രോസസ് ഇല്ലേ. എനിക്ക് ആ പ്രണയവിലാസം കാണുമ്പോഴാണ് വേറൊരാൾ എനിക്കെന്താ അറിയത്തില്ല, പെട്ടെന്ന് ആ പടം എനിക്ക് അത്രയും കണക്ട് ആയത് ബ്രോ അത് പെട്ടെന്ന് എന്തോ. അല്ലെങ്കിൽ എനിക്കൊന്ന് സാധാരണ ഒരാൾ ചെറുപ്പം അഭിനയിച്ച് അയാൾ തന്നെ പ്രായം ചെയ്യുമ്പം മിക്കവാറും ഒട്ടുമിക്ക സാധനങ്ങളും കുറച്ചെങ്കിലുമൊക്കെ ബോറാവും ആ ഒരു. പക്ഷെ ആ റിലേഷൻ അതറിയാലോ, അത് പറയുമ്പോൾ മനസ്സിൽ വരുമല്ലോ. അല്ല അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അവർ എഴുതി മേക്ക് ചെയ്തു എന്നുള്ള സാധനമാണ് അതിൻ്റെ മെയിൻ പരിപാടി. രണ്ടാമത്തെ പരിപാടിയാണ് അതിനകത്ത് ഇപ്പം ഞാൻ ചെയ്തതിൽ വേറൊരാൾ ചെയ്താൽ ആ പരിപാടി ആ കഥയ്ക്ക് ആ പരിപാടി കറക്റ്റായിട്ട് ലാൻഡ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, എല്ലാവർക്കും മനസ്സിൽ ആ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. അപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ഒരുപാട് മേക്കപ്പിൻ്റെ ഭയങ്കര നല്ലൊരു ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ട്. കാരണം ഓൾറെഡി എനിക്കിവിടെ ഒരു പാട് റിങ്കിൾസ് പോലെ ഇങ്ങനെയുണ്ട്. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അവർ പിരികം ചുളിക്കുമ്പോൾ മാത്രം വരുന്ന പാടുകളും ഈ സൈഡിലെ പാടുകൾ ഓൾറെഡി ഉള്ള പാടുകൾ ഹൈലൈറ്റ് ചെയ്തു, ഓൾറെഡി ഉള്ള റിങ്കിൾസ്. പിന്നെ ബോഡി ലാംഗ്വേജിൻ്റെ പരിപാടി അത് അങ്ങനെ. പിന്നെ അതേ പറഞ്ഞ പോലെ പിടിക്കാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ എത്ര ദിവസത്തെ ഷൂട്ടിലും. അതെ, പക്ഷേ അതും അത്ര വലിയ പണിയായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇത്രയും പടത്തിൻ്റെ 70% അമ്മയുടെ ആ കാമുകൻ ആരാണെന്ന് കാണാനുള്ള വെയിറ്റ് ചെയ്തിട്ടാണ് ആളുകൾക്ക് ടക്കെന്നുള്ള അടി അടിക്കണേ. മാത്രമല്ല ഒരു സീനിൻ്റെ അപ്പുറം എൻ്റെ യങ്ങും ഓൾഡും ഏജ് കാണുമ്പോൾ ഉള്ള ഒരു റിലേറ്റബിലിറ്റി ഉണ്ടല്ലോ. ഇവിടെ ചെറുപ്പക്കാരനായിട്ട് കണ്ടിട്ട് ഒരു സീൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പ്രായമായിട്ട് കാണുമ്പോൾ ആൾക്ക് ഒരു തോന്നണതാണ്. അങ്ങനെ ലാൻഡായതിൻ്റെ ഒരു ഗുണം അത്. ചെയ്തത് അത്യാവശ്യം കഷ്ടപ്പാടുണ്ട്, കാരണം കുനിഞ്ഞു നിന്ന് അങ്ങനെ എപ്പോഴും അത് പിടിച്ച്
അങ്ങനെ ചെയ്യുന്നതിൽ. പിന്നെ അതിനകത്തുള്ള സംഭവിച്ചൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അതേ ശബ്ദമുള്ള 50 വയസ്സുകാരനെ കിട്ടി എന്നുള്ളതാണ്. ഞാനല്ല അതിന് ശബ്ദം കൊടുത്തത്. അപ്പോൾ അത് വേറൊരു ഭയങ്കരമായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യും. കാരണം ഞാൻ കൊടുക്കുമ്പോൾ എത്രത്തോളം പറഞ്ഞാലും എൻ്റെ സൗണ്ട് തന്നെയല്ല എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഒരു ആ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അങ്ങനെ സംഭവിച്ചു പോയത്. അത് അങ്ങനെ സംഭവിക്കില്ല ഇനി അത് അല്ല, വേറൊരാളെ കൊണ്ട് ഇപ്പൊ എന്റെ ശബ്ദം ഏകദേശം രജിസ്റ്റർ ചെയ്തിരിക്കും. ഇനി വേറൊരാളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല ഇനി ചെയ്യുന്ന പടങ്ങൾ. ജോൺജോ രക്ഷപ്പെടുമെന്ന് ജോൺ രക്ഷപ്പെട്ടേക്കല്ലേ? എനിക്ക് ജോണിനോട് ഭയങ്കര അസൂയായിരുന്നു. ഇമാര് വിറ്റടിക്കുന്നതിന് ഭയങ്കര സെൻസിബിൾ, ഭയങ്കരമായിട്ട് ഇന്റലിജൻസ് ഉള്ളവർക്ക് അങ്ങനെ സംസാരിക്കാനും ഇൻസ്റ്റന്റ് സർക്കാസം അടിക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പോർഷൻ നന്നായിട്ട് തന്നെ ജീവിക്കുക. ഇതിലും വേഗം ഇൻഷോട്ടല്ലേ, നീ എവിടെ നിൽക്കണോ അവിടെ നിന്നാ മതി, സിനിമയിലോട്ട് വരണ്ടെന്നുള്ളത്. എനിക്ക് അന്നും ഇറങ്ങുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളൊരു ഇതെന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അഭിനയം പറഞ്ഞ സാധനം എന്നാലും അത് ട്രൈ ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ്. ആക്ലാബ് എപ്പോഴും എല്ലാവരും അവിടേക്ക് വരാന്ന് പറയുന്നത് നമ്മളെ നടനാക്കാനോ ഇതിനൊന്നും ഫുള്ളായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു ഇതിന് പറ്റില്ല. നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകാൻ പറ്റും അറ്റ്ലീസ്റ്റ് അല്ലേ. അവിടെ നിന്ന് ഒരു ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പോരായകൾ എന്താണ്, നമ്മൾ ഈ സാധനം മനസ്സിൽ മാത്രമല്ലേ കാണുള്ളൂ, സ്ക്രീനിൽ കാണുന്ന ആള് ഇത് ഞാനായ കിടക്കും. അതേസമയം നമ്മുടെ സ്റ്റേജ് കയറിയിട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ അപ്പം തുടങ്ങി നമ്മളെ തിരിച്ചറിയേണ്ട ഒരു സംഭവം ഉണ്ട്. ഇതെന്നെ കൊണ്ട് പറ്റൂല. ഓക്കെ, കുറേയാണ് പറ്റാത്തതാണ്, കുറേ പറ്റണത് വളരെ കുറച്ചുള്ളൂ. കമ്മ്യൂണിറ്റി ഭയങ്കര രസമാണ്. കാരണം എപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളൊരു ആവറേജ് ഓഫ് 5 പേരായിരിക്കും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന, ആവറേജ് ഓഫ് 5 പേരായിരിക്കും നമ്മളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്, അങ്ങനെ ഒരു കോട്ട് തന്നെ ഉണ്ട്. കാരണം ഇത്രയും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 പേരുടെ ഒരു ആവറേജ് എന്ന് പറയുന്നത് ഇവന്റെ ഇൻഫർമേഷൻസ്, ഇവന്റെ നോളജ്, ഇവന്റെ അറിവ്, നിങ്ങളുടെ അറിവെല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേക്കിനുള്ളൊരു ഇതുണ്ടല്ലോ, അപ്പോഴാ ഗ്രോത്ത് ഭയങ്കര രസമായിട്ട് വരുള്ളൂ. കാരണം കൂടെ ഓടുന്ന ആൾക്കാർ നല്ല ഓട്ടക്കാരായാലേ നമുക്ക് ഓടാൻ പറ്റുള്ളൂ. ഇതില് ഇവന്റെ കൂടെ ഒക്കെ ഓടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും എന്തോന്ന്. അപ്പൊ അത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് ആക്ലാബ്. അങ്ങനെ ഇപ്പൊ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാരക്ടർ ഓരോന്ന് ഡീകോഡ് ചെയ്ത്, സ്ക്രിപ്റ്റ് ഡീകോഡ് ചെയ്ത്, ഭയങ്കര രസമാണ് അങ്ങനെ ഒരു ജീവിതം. ഒരു 8-10 വർഷത്തോളം അങ്ങനെ ജീവിച്ചു. നീ ഇപ്പൊ തുടങ്ങിയിട്ട് 2014 അല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും? ABCD ഫസ്റ്റ് പടം 10 വർഷമായി 12 തോന്നുന്നു. അല്ല, ABCD ഇറങ്ങിയിട്ട് 12 തോന്നുന്നു. 12 ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്. കോളേജ് 3rd ഇയർ. ഇപ്പോൾ സെലിബ്രിറ്റി ആയിട്ടുള്ള ജീവിതം എങ്ങനെയുണ്ട് പറ? അല്ല, ഇത് ഓരോ സമയത്ത് ഓരോ സ്ട്രഗിളാണ്. ഇപ്പോഴുള്ള സ്ട്രഗിൾ എന്ന് പറയുന്നത് നല്ല ക്യാരക്ടേഴ്സും നല്ല ടീമിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ട്രഗിൾ. ഓരോന്ന് വരും, പക്ഷെ അതിൽ ബെസ്റ്റ് അല്ലെങ്കിൽ നല്ലതാണെന്നുള്ളത് തിരഞ്ഞെടുക്കാൻ നമുക്ക് പിന്നെ സിനിമ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുറേയൊക്കെ ഫാക്ടേഴ്സ് വെച്ച് നോക്കാമെന്നുള്ളൂ. എന്നാലും അത് തിയേറ്ററിൽ പെർഫോം ചെയ്യണമെന്നില്ല. തിയേറ്ററിൽ ഓടണം പടം. ഇത് OTTയിൽ ഓടിയിട്ടും കാര്യമില്ല. പടം തിയേറ്ററിൽ ഓടിയാലേ തിയേറ്ററിൽ ഇറങ്ങി, പക്ഷേ ഒരാഴ്ച എന്തോ ഓടിയുള്ളൂ. പക്ഷെ ഹിറ്റായത് OTTയിലാണ്. പക്ഷേ ഒരു നടനാവുന്നതും സിനിമയ്ക്ക് ഗുണം വരുന്നതും ആൾക്ക് മാർക്കറ്റ് വരുന്നതും തിയേറ്ററിൽ ഓടിയാലുള്ളൂ. ഇപ്പോൾ ഇതൊരു ബിസിനസ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രൈം ഫാക്ടർ നമ്മൾ കണ്ടത്. നമ്മളോട് പറയും ഇത് പാഷനല്ലേ, ഇതിനകത്ത് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസ് കിടക്കുന്നുണ്ട്. ഇത് പാഷനല്ലേ എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രാവിലെ 7 മണിക്ക് ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ രാത്രി 9 വരെ ജോലി എടുക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഏകദേശം 10-14-15 മണിക്കൂർ പണിയെടുക്കണം. അത് സൂപ്പർ സ്റ്റാർസിന് കുഴപ്പമില്ല. സൂപ്പർ സ്റ്റാർസ് രാവിലെ 9 മണിക്ക് വന്നാൽ വൈകുന്നേരം 6 മണിക്ക് വീട്ടിൽ പോകാം. പക്ഷേ ഇപ്പോൾ ഞാൻ ലീഡ് ചെയ്യുന്ന ഒരു പടത്തിൽ നിന്ന് ഞാൻ 7 മണി തൊട്ട് പണിയെടുക്കണം, രാത്രി 9 വരെ. അപ്പോൾ ഒന്ന് ആലോചിച്ച്, ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് അയാളുടെ ഇപ്പോൾ ജഗതി ചേട്ടനെ പോലെ അല്ലെങ്കിൽ തിലകൻ ചേട്ടനെ പോലെ ഇരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എല്ലാ ദിവസവും വർക്കുണ്ട് അവർക്ക്. ഒരു പടം അല്ലെങ്കിൽ വേറൊരു പടം. അവർ രാവിലെ 7 മണി തൊട്ട് രാത്രി 9 വരെ പണിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ പോകാൻ സമയമില്ല. അപ്പോൾ അങ്ങനെ പണിയാണ്. അങ്ങനെ അതിൻ്റെ ആ ഒരു തലം ഓഫ് എക്സ്പ്ലോയിറ്റേഷനകത്ത് കിടപ്പുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും തിയേറ്ററിൽ പടം ഓടണം. അതൊക്കെ നമ്മൾ സഹിക്കാൻ തയ്യാറാണ്.
തിയേറ്ററിൽ പടം ഓടണം, അതാണ് കാര്യം. ഇല്ലെങ്കിൽ ആൾക്ക് മാർക്കറ്റ് ഉണ്ടാവില്ല. പടം ബേസിക്കലി പറഞ്ഞ പോലെ ഇതൊരു ബിസിനസ്സാണ്. ഇത് ആദ്യമേ ഇത് പ്രൈം പരിപാടി ഇത് ബിസിനസ്സാണെന്ന് മനസ്സിലാക്കുക. എന്നാലേ ഈ ആക്ടർക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ, ആക്ടർക്ക് ബിസിനസ് ഉണ്ടാവുള്ളൂ. എന്താണല്ലോ ഇപ്പോൾ സപ്പോർട്ടിങ് ആക്ടർ ആണെങ്കിലും ആരാണെങ്കിലും തിയേറ്ററിൽ ഹിറ്റായാൽ മാത്രമേ ഗുണം കിട്ടുള്ളൂ. ഒരു കഥ കേൾക്കുമ്പോഴത്തേക്ക് അത് ഇതെടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്താനുള്ള ഫാക്ടേഴ്സ് അതാണോ? അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഒരു വിശ്വാസമാണ് മെയിനായിട്ടല്ലേ? അല്ല, ഒന്നില്ലെങ്കിൽ ബേസിക്കലി പറഞ്ഞാൽ ഈ കഥാപാത്രം കൊണ്ട് എനിക്ക് ഗുണമുണ്ടാവണം, ഇല്ല എന്നെ കൊണ്ട് സിനിമയ്ക്ക് ഗുണമുണ്ടാവണം. ഈ രണ്ട് പരിപാടിയിൽ ഏതെങ്കിലും നടക്കണം. അതായത് ഒന്നില്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം കാശ് കിട്ടണം, അല്ല കാശില്ലാന്നുണ്ടെങ്കിൽ ക്യാരക്ടർ നല്ലതായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നില്ലെങ്കിൽ എനിക്ക് ഗുണം ഉണ്ടാവുക, ഇല്ലെങ്കിൽ സിനിമയ്ക്ക് ഗുണം ഉണ്ടാവുക. ഇതിലും പരിപാടി നടന്നാലും ഓക്കെയാണ് ബേസിക്കലി പറഞ്ഞാൽ. പക്ഷേ ഇതിനകത്ത് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് നോക്കും, ഇതിനകത്ത് കാസ്റ്റ് ആൻഡ് ക്രൂ ആരൊക്കെയാണെന്ന് നോക്കും. കാരണം എന്നാലേ പകുതി ഷോൾഡർ ചെയ്യേണ്ട പരിപാടി നമ്മൾ മാറും. പിന്നെ കഥ, മെയിൻ പരിപാടി കഥയാണ്. മെയിൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്താണ്, സിനിമ എങ്ങനെയാണ് വരിക എന്നുള്ള ആദ്യം നോക്കണം. നമ്മുടെ ക്യാരക്ടർ നല്ലതാവുന്നേക്കാളും സിനിമ നല്ല സിനിമയാണോ എന്ന് നോക്കുക. നല്ല ടീം ഉണ്ടാവുക, നന്നായിട്ട് പെർഫോം ചെയ്യാനുണ്ടാവുക. പെർഫോം ചെയ്യാനില്ലെങ്കിൽ സിനിമ നല്ലതാണെങ്കിൽ ഓക്കെ, രക്ഷപ്പെടും. നിന്നു കൊടുത്താൽ മതി. കൂടെ 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 സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഉണ്ടെന്നുള്ള രീതിയിൽ കൈ വെക്കേണ്ടത്. ജോൺ അങ്ങനെ ജോൺ ലെഫ്റ്റ് ഇൻ സിനിമ ഇൻഡസ്ട്രി. ആ ഫ്രെയിമിൽ നിന്ന് നടന്നു പോയതാണ് ആ പോക്ക്. ജോണിന്റെ സ്റ്റാൻഡപ്പ് വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്. തുടക്ക സമയത്ത് ഞാൻ കണ്ട് ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു. അന്ന് പിന്നെ പണിയില്ലായിരുന്നു. തുടക്ക സമയം എന്ന് വെച്ചാൽ ഒരു വീഡിയോയുടെ തുടക്കം 30 സെക്കൻഡ് ആ സമയത്ത് ഞാൻ കണ്ട് ജഡ്ജ് ചെയ്യായിരുന്നു. എങ്ങനെയുണ്ട് ജോണിന്റെ സ്റ്റാൻഡപ്പ് കോമഡി? അല്ല അത് ഇങ്ങനെ തള്ളിവിട്ടല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് ആള്? നന്നായോ? നന്നാണ്. അല്ല ജോണിന്റെ അതെ, എന്റെ ഒരാള് ഞാൻ പറഞ്ഞ വഴിയിലൂടെ പോയി രക്ഷപ്പെട്ടല്ലോ എന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതിൽ ഞാൻ കൃതാർത്ഥനാണ്. അല്ല ശരിക്കും ജോണ് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് സ്റ്റേജിൽ കാണുന്ന ജോൺ എനിക്ക് നേരിലറിയാവുന്ന ജോണിന്റെ ഒരു 10 ഉണ്ടാവുള്ളൂ. ലൈക്ക് സ്റ്റേജ് ഫിയർ ആയിരിക്കാം, ഇല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആവുന്നതിന്റെ സ്ക്രിപ്റ്റിന്റെ ഉള്ളിൽ നിൽക്കുന്നതിന്റെ ഒരു പരിപാടിയായിരിക്കും. അഴിച്ചുവിടുന്ന സമയത്ത് പുള്ളി പെർഫോം ചെയ്യുന്നത് വേറെ ലെവലാണ്. അപ്പൊ നേരിട്ട് കാണുമ്പോഴുള്ള ജോൺ, നേരിട്ട് പറയുന്ന കൗണ്ടേഴ്സിന്റെ ആ ഒരു സെൻസിബിലിറ്റിയുടെ 10 ഞാൻ സ്റ്റേജിൽ കണ്ടിട്ടുള്ളൂ. പക്ഷെ നേരിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അല്ല ജീവിതത്തെ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ ക്യാമറയുടെ മുന്നിൽ പറ്റുള്ള അത് തിരിക്കണം. നീ തിരിച്ചു ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. ക്യാമറ മുന്നിൽ മാത്രമേ അഭിനയിക്കുക, ജീവിതത്തിൽ അഭിനയിക്കാതിരിക്കും. നല്ല ഇപ്പം നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത്, സ്റ്റേജിൽ ചെയ്യുന്ന സമയത്താണേലും ജോൺ അടിപൊളിയായിട്ട് ചെയ്യുന്നൊരു, ബേസിക്കലി എനിക്ക് തോന്നുന്നുണ്ട് സ്റ്റാൻഡപ്പ് കോമഡി ഒരു പരിധി വരെ ആക്ടിങ് ഉണ്ട് ഇതിനകത്ത്. സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളിപ്പോൾ പുറത്തുള്ള ആരുടെ നോക്കിയാലും ചെയ്യാനുണ്ട്, ഇനാക്ട് ചെയ്യാനുണ്ട്. അത് ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ട്. ജോൺ റിയൽ ലൈഫിൽ ഭയങ്കരമായിട്ട് ചെയ്യുന്ന, സ്റ്റേജ് ചെയ്യത്തില്ല ജോൺ, അനങ്ങത്തില്ല. 2 കാലം എടുത്തുകൊണ്ട് നങ്കൂര് ഉറട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ അനങ്ങത്തില്ല. അതും കൂടെ ഫ്രീ ആയി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ലാത്ത ഒരാളാണ് പുള്ളി. സ്റ്റേജിൽ കയറുമ്പോഴും മറ്റേ അന്നത്തെ ഷോട്ട് നിൽക്കണമല്ലേ, പന പോലെ. അത് സംഭവം ശരി. എനിക്ക് ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കും, പക്ഷെ സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റ സ്ഥലത്ത് എനിക്കറിയില്ല. അല്ല ഭയങ്കര നല്ലൊരു ഇനിഷ്യേറ്റീവും നല്ലൊരു പരിപാടിയായിട്ടോ നിങ്ങൾ എല്ലാവരും ചെയ്യണം. ഞാൻ കാണാറുമുണ്ട്, ഒരുപാട് ചിരിക്കാറുമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലൈക്ക് എല്ലായിടത്തും ഉണ്ട്. ഇത് കേരളത്തിൽ മാത്രമേ ഇത്ര കുറവായിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളാണ് ഇത് തുടക്കം ഇടുന്നത്, നിങ്ങളാണ് ഇതിന് ഒരു പ്രോപ്പറായിട്ട് ഇതൊരു ഒരു കൾച്ചറിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഒരുപാട് ഇപ്പോൾ പുറത്തൊക്കെ ഏറ്റവും കൂടുതൽ 10,000-5,000 ടിക്കറ്റ്സ് ഒക്കെയാണ് ഒരു ഷോയ്ക്ക് സെല്ല് ചെയ്ത് പോകുന്നത്. അവര് ഓരോ ദിവസം ഇപ്പൊ ഇന്ന് കാനഡയെങ്കിൽ നാളെ അമേരിക്ക, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ടൂറ് തന്നെ പരിപാടിയുണ്ട്. അപ്പൊ ഞാൻ എല്ലാ സ്റ്റാൻഡപ്പ് കോമഡീസും കാണാറുണ്ട്. അപ്പൊ ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വലിയൊരു ക്രൗഡിന്റെ ഇടയ്ക്ക് നിന്ന് ഇപ്പൊ ക്രൗഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ചുമ്മാ ഇൻസ്റ്റന്റ് ആയിട്ട് അടിച്ചടിച്ച് പോയി ചിരിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലോട്ട് നമ്മളും എത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം. നമുക്കൊക്കെ വന്നിരുന്ന് ഇതുപോലെ
ബാക്ക് ടു ബാക്ക് നമ്മളെത്തുന്നുണ്ട്, ആൾക്കാരെത്തുന്നില്ല പരിപാടിയിലോട്ട്. അല്ലെ മലയാളികളുടെ ഒരു പ്രശ്നമാണത്. കാരണം അതാണ് നമ്മുടെ അവിടെ ഈ പറഞ്ഞ പോലെ രമേശ് ചേട്ടൻ പറഞ്ഞ പോലെ കോമഡീനെ അത്രയ്ക്ക് ഒരു ഇത്തിരി താഴ്ന്ന ഒരു സാധനമായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് ടിക്കറ്റ് എടുത്ത ആൾക്കാർ വരിക എന്ന് പറയുന്നത് ഭയങ്കര പണി ഉണ്ട്. വരും 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 ഉറപ്പായിട്ടും വരും. നമ്മളത് എത്ര പ്രാവശ്യം അങ്ങോട്ട് മാറ്റി പറഞ്ഞിട്ടില്ലേ? ആദ്യം പറഞ്ഞു ടിക്കറ്റ് എടുത്ത ആള് വരില്ല, CCP തുടങ്ങിയപ്പോ പറഞ്ഞ് ടിക്കറ്റ് എടുത്ത ആള് വരും, വരുന്നില്ല. അത് ഇങ്ങനെ മാറി നമുക്ക് മനസ്സിലായി. പിന്നത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ടന്റ് അധികം പുറത്ത് വിടാൻ പറ്റില്ല. നമ്മൾ സെയിം സാധനമൊക്കെ തന്നെയാണ് ഒരു ഷോ സെറ്റ് ചെയ്ത് പോകുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ സംഭവത്തിലുള്ള നമ്മുടെ പ്രസൻസ് കുറയുമ്പോൾ ആൾക്കാർ നമ്മളെ മറക്കാൻ വളരെ സിമ്പിൾ പരിപാടിയായി. കാണുന്ന ഇത്ര കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, അവരുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കും. ഒരുപാട് പേര് ഇങ്ങനെ ക്രൗഡ് വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. എന്താണ് ആൻഡ്രൂ ഷൂൾസ് എന്ന് പറയുന്ന, പിന്നെ ഒരുപാട് പേരുണ്ട്. നമ്മളിവിടെ ക്രൗഡ് വർക്ക് ചെയ്യാറുണ്ട്, സ്റ്റാൻഡപ്പ് ലൈനപ്പ് ഷോ ചെയ്യാറുണ്ട്, ഇൻഡിവിജ്വൽ സ്പെഷ്യൽസ് ചെയ്യാറുണ്ട്. നമ്മൾ ആ ട്രാക്കിലാണ്, പക്ഷെ സമയം എടുക്കും ഞങ്ങൾക്ക്. അത് ആളുകൾക്കത് മനസ്സിലായി പറഞ്ഞു. ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരാളെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫണ്ടും അത് എത്രത്തോളം ഓക്കെയാണ്, അതിന്റെ ലിമിറ്റ് എന്താണെന്നൊക്കെ ഓഡിയൻസിന് അറിയാമെങ്കിൽ ഈ പറയുന്ന പോലത്തെ കമന്റ്സുകളൊന്നും ഇതിന്റെ അടി വരില്ല. കാരണം നമ്മളൊരാൾ റോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഇത് പ്യുവർ ഫണ്ണാണ്. ഇത് നമ്മളധികം വളർന്നു, ഇത്രയധികം ആൾക്കാർ, പക്ഷെ ഒരു വാക്കുകൊണ്ട് നമ്മളാകെ തകർന്നു പോകും. ഇവിടെ അങ്ങോട്ട് നമ്മൾ വ്രണപ്പെടുക, നമ്മുടെ വികാരങ്ങളും നമ്മുടെ മതവികാരവും നമ്മുടെ എല്ലാം അങ്ങ് വ്രണപ്പെട്ടു പോവാ നമുക്ക്. അപ്പോൾ അത് പറഞ്ഞാൽ പോയിന്ന വിചാരം, എൻ്റെ വിശ്വാസം എൻ്റെ എല്ലാം പോയിന്ന വിചാരം. അപ്പോൾ അതൊക്കെ പൊളിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കാരണം ഇതിനകത്ത് സിനിമ ത്രൂ നമുക്ക് പൊളിക്കാൻ ഒരു പരിധിയുണ്ട്. അല്ല, നിങ്ങളിൽ തളരണ്ട. വാക്കിലൂടെയുള്ള പൊളിയുണ്ടല്ലോ, അത് വേറെ പൊളിയാ. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം. എൻ്റെ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്ത് എനിക്ക് പറ്റില്ലടാ. ഐ റെസ്പെക്ട് യു ആ ഒരു പരിപാടിയിൽ എനിക്ക് പറ്റില്ല. നമ്മളെന്തെങ്കിലും വൺ മേക്ക് സ്റ്റാൻഡൊക്കെ നോർത്തുകാർ ചെയ്യുന്നല്ലോ, അതായത് സെലിബ്രിറ്റീസിനെയും സ്റ്റാൻഡപ്പും കൊളാബ് ചെയ്ത് സ്റ്റാൻഡപ്പ് ചെയ്യും. അപ്പൊ അന്ന് എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ വിളിക്കും, നമ്മളോടൊന്ന് സ്റ്റാൻഡപ്പ് ചെയ്യാം. അത് കണ്ടിട്ടില്ലേ? അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ഗ്രൂം ചെയ്തിട്ട് ആൾക്കാർ ശശി തരൂര്, സണ്ണി ലിയോണൊക്കെ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന കണ്ടിട്ടില്ല? വൺ മേക്ക് സ്റ്റാൻഡ് എന്നായിട്ട് പേര്. ജോണിന്റെ ഇപ്പം കല്യാണം കഴിഞ്ഞാൽ ഇപ്പൊ ആ വൈബാ ജോൺ. അത് നീ അവിടെ വീട്ടിൽ നമുക്കത് അതിന്റെ പേര് ജോൺ എന്തെങ്കിലും അവസാനമായിട്ടില്ല ജോണിന്റെ കാലം കഴിയാറായി. പറയാൻ തുടങ്ങിയാൽ ഒരുപാട് രഹസ്യങ്ങൾ പുറത്തു വരും. അതുകൊണ്ട് അത് ജോണിനോടൊപ്പം തന്നെ മണ്ണിലലിയട്ടെ. സ്റ്റാൻഡപ്പിൽ നിന്നാ നീ അങ്ങോട്ട് കയറാൻ നോക്കണ്ട, അവിടെ സേഫാണ്, ഹക്കീമിന്റെ കൈകൾ ഭദ്രമാണത്. നിങ്ങൾ നീ മലയാള സ്റ്റാൻഡപ്പ് നോക്കും, ഞാൻ മലയാള സിനിമ നോക്കിക്കോളാം എന്ന് നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ഞാൻ ഇത്ര നേരം സംസാരിക്കുന്ന ഒരു സ്റ്റാർ നിങ്ങളുടെ കഥകളായി ഞങ്ങൾ കൂടുതൽ കേട്ടോണ്ടിരുന്നത്. നമ്മളെ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ സ്ഥിരം കേൾക്കുന്നത്, ഞങ്ങളിത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബിലുള്ളൊരു ചാറ്റ് സെഷൻ ആണ് ശരിക്കും പോഡ്കാസ്റ്റ്. നമ്മളിത് ചുമ്മാ എന്തെങ്കിലും പറയും, അതായത് ഇതിനൊന്നും കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ കൂട്ടുകാരും സംസാരിക്കുന്ന ഞങ്ങൾ ഒരു സ്ഥലത്തും തുടങ്ങി ഇങ്ങനെ എവിടെയെങ്കിലും കയറിപ്പോകും. അങ്ങനെ സാധാരണ എപ്പിസോഡ് പോകും. വർക്ക് ചെയ്യാനൊന്നും കഴിയത്തില്ല, നമ്മൾ ടോപ്പിക്ക് പിടിച്ചിരിക്കും, എന്നിട്ട് പിന്നെ ചുമ്മാ അങ്ങ് സംസാരിച്ച് കയറി പോകും. അപ്പൊ ഗസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ കുറച്ച് ഒതുങ്ങുന്നത്. ഞങ്ങളൊക്കെ കഥ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുന്ന അപ്പോഴാണ്, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ സംസാരിക്കാൻ റെഡി ആയിട്ടിരിക്കുമായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹക്കീം ബ്രോയുടെ അടുത്ത പടങ്ങൾ ഉടനെ വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പടം റിലീസായിട്ടുണ്ട്. നെക്സ്റ്റ് അപ്പോൾ ഇപ്പോൾ കഥയെന്ന് ഇപ്പോൾ റിലീസായിട്ടുണ്ട്, തിയേറ്ററിലുണ്ട്, എല്ലാവരും പോയി കാണുക. അതുപോലെ തന്നെ ഒക്ടോബർ 4 ഒരു കട്ടിൽ ഒരു മുറി എന്ന പടവും വരുന്നുണ്ട്, അതും പോയി കാണുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയറിയിക്കേണ്ട വിലാസം പ്രണയവിലാസം അല്ല, അത് പുളിയറക്കോണം പോയോ. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. താങ്ക് യു.